മറ്റുള്ളവയെല്ലാം ബജറ്റിൽ നൽകിയിട്ടുള്ളത് നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഡേ ആശംസിക്കുകയാണ്. ഒരു നല്ല പ്രഭാതത്തിലൂടെ നമുക്ക് ഈ ഒരു നല്ല ദിവസത്തിലേക്ക് കടക്കാം, അല്ലെ? സാധാരണ പൊതുവെ നമ്മൾ ഈ ഒരുപാട് വാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ്, വാർത്തകൾ അറിയണ്ട എന്നുള്ളതല്ല, പക്ഷെ ഹാർഡായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കാറ്. ഇപ്പൊ രാഷ്ട്രീയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഒപ്പം ഈ ക്രൈം വാർത്തകളും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. പക്ഷെ അത്തരത്തിലുള്ള വാർത്തകൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഹാർഡ് ന്യൂസുകളിലൂടെ നമ്മളൊരു ദിവസം തുടങ്ങുന്നതിലും നല്ലത് നമ്മളൊരു പോസിറ്റീവ് വൈബില് ഒരു ദിവസം തുടങ്ങുന്നതാണ്. നമ്മളൊരു രാവിലെ ഒരു 9 മണിക്ക് ആവുമ്പോഴേക്ക് തന്നെ വലിയ വാർത്തകളിലേക്കും അത്തരത്തിൽ ഒരു സജീവമായ വാർത്താ ദിനത്തിലേക്ക് കടക്കും. അതിനു മുമ്പായി പ്രേക്ഷകർക്ക് ഒരു നല്ല പ്രഭാതത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക, നല്ല കാഴ്ചകൾ, നല്ല അനുഭവങ്ങൾ, വ്യത്യസ്തമായ അതിഥികൾ ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ മോർണിംഗ് വൈബ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം തന്നെ തുടങ്ങിയത്. നമ്മൾ ഇതിൽ വാർത്തകൾ അറിയുന്നില്ല എന്നുള്ളതല്ല, വാർത്തകൾ അറിയുന്നുണ്ട്. വാർത്തകൾക്കൊപ്പം തന്നെ നമ്മൾ ഒരുപാട് വേറിട്ട കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് വൈബാണ്. അതെ, ഞാനിതുള്ളത് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലാണ്. ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ നമ്മുടെ തോന്നയ്ക്കൽ ബയോ സയൻസ് പാർക്കിലാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാവുന്നതാണ്. കാരണം നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച എന്നുള്ളത് അതിവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഏകദേശം 25 ഏക്കറിലാണ് ഇവിടെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. വ്യത്യസ്തമായ പവലിയനുകളിൽ ഒരുപാട് കാഴ്ചകൾ, വേറിട്ട കാഴ്ചകൾ, സയൻസിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ അവന്റെ പരിണാമം, ഈ ഒരു ആധുനിക കാലഘട്ടം വരെ എത്തുന്ന ഒരു കാഴ്ച അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഒരു ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിച്ചാൽ നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും, നമ്മുടെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നാൽ അറിയാൻ സാധിക്കും. അപ്പം കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ വന്നാൽ അവർ പുസ്തകത്തിൽ അറിയുന്ന കാര്യങ്ങൾ, അവർ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് തൊട്ട് മനസ്സിലാക്കി ആ കാഴ്ചകൾ അനുഭവിച്ച് പഠിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കൾക്കും, അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലെ സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 ഏക്കറിലാണ്, അതായത് 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇവിടെ ഈ വ്യത്യസ്ത പവലിയനുകൾ ഒരുക്കിയിട്ടുള്ളത്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും കലാകാരന്മാരും എല്ലാം സമന്വയിപ്പിക്കുന്ന അവരുടെ കലയുടെയും ശാസ്ത്രത്തിന്റെയും ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാൻ ഏകദേശം 8 മണിക്കൂർ വേണമെന്നാണ് ഇവിടെ ഉള്ള ആളുകൾ, ഇതിന്റെ ക്യൂറേറ്റേഴ്സ് ഒക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് 8 മണിക്കൂറല്ല, നമ്മൾ ഈ ഒരു 1.5 മണിക്കൂർ ഇവിടെയുള്ള കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ഒപ്പമാണ് ഇന്ന് വാർത്തകളിൽ കൂടി നമ്മൾ ഈ മോർണിംഗ് വൈബ്സും കടക്കാൻ പോകുന്നത്. അപ്പം ഇതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി, ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുമൊക്കെ നമുക്കൊപ്പം ഇതിന്റെ ക്യൂറേറ്റർ തന്നെ അതിഥിയായി ചേരും. അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കാം. സുവി വിശ്വനാഥിലേക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി സമരം ഇന്ന്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, എൻസിപി നേതാവ് ശരത് പവാർ എന്നിവർ പങ്കെടുക്കും. ഡിഎംകെ, സമാജ്വാദി, ആർജെഡി പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുക്കും. തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം സംസ്ഥാന ഘടകത്തിന്റെ പ്രതിഷേധം ഇന്ന്. ചെന്നൈയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം നടക്കുക. പ്രളയബാധിത ജില്ലകൾക്ക് സഹായം നിഷേധിച്ചതിനു പുറമെ ബജറ്റിലും അവഗണിച്ചതായാണ് ആക്ഷേപം.
കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തും LDF പ്രതിഷേധം സംഘടിപ്പിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ സമരം വിജയിപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ. UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ വയ്ക്കുക. ഇതിൽ പ്രത്യേക ചർച്ചയും നടന്നേക്കും. കഴിഞ്ഞ 10 വർഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് സ്ഥാപിക്കാനാണ് നീക്കം. രാജ്യസഭയിൽ ഇന്ന് ഇടക്കാല ബജറ്റിന്മേലുള്ള ചർച്ചയും നടക്കും. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്ത കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനെതിരായ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കും. പ്രതി കുറ്റക്കാരനെന്ന് കൊച്ചി NIA കോടതി ഇന്നലെ വിധിച്ചിരുന്നു. പ്രതിക്കെതിരെ NIA ചുമത്തിയ 38, 39 വകുപ്പും 120B വകുപ്പും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് ഇന്ന്. ഇന്ത്യൻ സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ്. 272 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് 12.7 കോടി വോട്ടർമാരാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഇത്തവണ മത്സരിക്കാനാകില്ല. പാകിസ്ഥാനിൽ അതിശക്ത സ്ഫോടനം. ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 50ഓളം പേർക്ക് പരിക്കേറ്റു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ ഭീകരാക്രമണം. ഷഹീദ് ഗഞ്ചിലെ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പഞ്ചാബിലെ അമൃത്സർ സ്വദേശിയായ അമൃത്പാൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. PV അൻവർ MLAയുടെ കക്കാടംപൊയിലെ പാർക്ക് പൂട്ടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന് സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെ പാർക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ ഇന്ന് വിശദമായ മറുപടി നൽകും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സ്വർഗ പങ്കാളിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രിയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിഷയത്തിൽ ഇന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന ഭാരത് അരി വിതരണം തൃശൂരിൽ തുടങ്ങി. 29 രൂപ നിരക്കിലാണ് അരി വിൽപ്പന. മാർക്കറ്റിൽ 90 രൂപ വിലയുള്ള പരിപ്പ് 60 രൂപ നിരക്കിലും വിൽപ്പന നടത്തുന്നുണ്ട്. താൽക്കാലികമായി ക്രമീകരിച്ച വാഹനങ്ങളിലാണ് ഇപ്പോഴത്തെ വിൽപ്പന. തൃശൂരിൽ 10 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന പുരോഗമിക്കുന്നത്. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കടുവയ്ക്കായി വനംവകുപ്പ് 2ാമത്തെ കൂടും സ്ഥാപിച്ചു. ചെതലയം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധ സമരത്തിനൊടുവിലായിരുന്നു കൂടുവയ്ക്കാൻ തീരുമാനമായത്. മേഖലയിൽ 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രവാസികൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നോർക്ക റൂട്ട്സ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വൈസ് പ്രസിഡന്റ് P. ശ്രീരാമകൃഷ്ണൻ. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ മലപ്പുറത്ത് സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 62 പ്രവാസി സംരംഭകർ പങ്കെടുത്തു. വനിതാ കമ്മീഷൻ പട്ടികവർഗ മേഖലാ ക്യാമ്പിന് കോഴിക്കോട് വാണിമേൽ തുടക്കം. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. വാളാംതോട്, അടുപ്പിൽ, മാടഞ്ചേരി, പന്നിയേരി കോളനികളിൽ കമ്മീഷൻ സന്ദർശനം നടത്തി. സംസ്ഥാന ബജറ്റിനെതിരെ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി പ്രതിഷേധിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ ജ്വാല കേരള ബജറ്റിന്റെ കോപ്പി പ്രതീകാത്മകമായി കത്തിച്ചു. പ്രതിഷേധം അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രമായി ഉയർത്തപ്പെട്ടു. ഉദ്ഘാടനം വൈസ് ചാൻസലർ പ്രൊ. ഡോക്ടർ CT അരവിന്ദ് കുമാർ നിർവഹിച്ചു. 2 ഗവേഷണ മാർഗദർശികളുടെ കീഴിൽ 10 വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുവാനുള്ള സൗകര്യമാണ് കോളേജിലുള്ളത്.
കോഴിക്കോട് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെരുവിൽ താഴക്കോയിലത്ത് മുക്ക് റോഡിന്റെ ഉദ്ഘാടനം KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ MLA നിർവഹിച്ചു. കോയിലോത്ത് മീത്തൽ കുണ്ടുപോയിൽ ഭാഗങ്ങളിലെ 20ഓളം കുടുംബങ്ങളുടെ ഏക ഗതാഗത സൗകര്യമാണ് ഈ റോഡ്. നിർമ്മാണം പൂർത്തിയാക്കിയത് 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ്. തിരുവനന്തപുരത്ത് ശനിയാഴ്ച കുടിവെള്ളം മുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിലുള്ള ജലശുദ്ധീകരണശാലകളിൽ അടിയന്തര കുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വെള്ളവിതരണം തടസ്സപ്പെടുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ ചിപ്സ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം MP ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കീഴരിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല അധ്യക്ഷയായിരുന്നു. SF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മണ്ഡലം വിദ്യാർത്ഥി സംഗമത്തിന്റെ ബോട്ട് റൈഡിന് MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം. നജീബ് കാന്തപുരം MLA മലപ്പുറം മാദീൻ പോളിടെക്നിക് 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹീദിനെ വോട്ടർ പട്ടികയിൽ പേരു ചേർത്താണ് ബോട്ട് റൈഡിന് തുടക്കം കുറിച്ചത്. ജിത്തോ ഇന്ത്യ എന്ന പേരിലാണ് പാർലമെന്റ് വിദ്യാർത്ഥി സംഗമങ്ങൾ. UK പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 2ാമത് ദേശീയ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് കെറ്ററിംഗിൽ തുടക്കം. കെറ്ററിംഗ് മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി മത്തായി, സെക്രട്ടറി അരുൺ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് കെറ്ററിംഗ് റീജിയണൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 14 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 18 റീജിയനുകളിൽ നിന്നായി 300ഓളം ടീമുകൾ ഏറ്റുമുട്ടും. കോവൻട്രിയിൽ മാർച്ച് 24-നാണ് ഗ്രാൻഡ് ഫിനാലെ. രാജ്യത്തെ ഹിന്ദു സമൂഹം 3 സ്ഥലങ്ങളിലാണ് ആവശ്യപ്പെടുന്നതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയോധ്യ, കാശി, മഥുര എന്നിവയാണ് ഈ സ്ഥലങ്ങളെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിൽ 2000 പേർക്ക് ഭക്ഷ്യവിഷബാധ. നന്ദേഡിലെ കോഷ്ത്വാടി ഗ്രാമത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണ ചടങ്ങിനിടെ ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. ഇന്ത്യയിൽ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കാൻ ആദ്യ അപേക്ഷ ലഭിച്ചു. മലേഷ്യയിലെ ലിങ്കൺ സർവകലാശാലയാണ് ഹൈദരാബാദിൽ ക്യാമ്പസ് തുറക്കാൻ അനുമതി തേടിയത്. അപേക്ഷ പരിശോധിച്ച് അനുമതി നൽകുന്നതിന് ശുപാർശ ചെയ്യാനായി 5-അംഗ കമ്മിറ്റിയെ UGC നിയോഗിച്ചു. ഖത്തറിൽ നിന്നുള്ള CNG ഇറക്കുമതി കരാർ നീട്ടാനൊരുങ്ങി ഇന്ത്യ. നിലവിൽ പ്രതിവർഷം 85 ലക്ഷം ടൺ CNG-യാണ് പെട്രോനെറ്റ് വഴി ഖത്തറിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി 2 കരാറുകളാണ് ഉള്ളത്. ഇതിൽ ഒരു കരാർ 2028-ൽ അവസാനിക്കും. അടുത്ത 20 വർഷം കൂടി കരാർ നീട്ടാനാണ് ഇന്ത്യയുടെ തീരുമാനം. ബോളിവുഡിലെ പ്രശസ്ത ഗായകനായ ഷാൻ മെഴ്സിഡസ് ബെൻസ് EQS EV ആഡംബര കാർ സ്വന്തമാക്കി. ഷാനും കുടുംബവും ചേർന്ന് പുതിയ കാർ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസിന്റെ ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന വിലയിലുള്ള വൈദ്യുത കാറാണ് EQS 580. പലേരി മാണിക്യത്തിന്റെ 4K പതിപ്പ് ഉടൻ തിയേറ്ററുകളിൽ എത്തും. 2009-ലാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്യം തിയേറ്ററുകളിൽ എത്തിയത്. 2009-ൽ തിയേറ്ററിൽ കാണാൻ കഴിയാത്തവർക്ക് ഇത് ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ 2ാം ഭാഗം വരുന്നു. നിവിൻ പോളിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. നിവിൻ പോളിയുടെ ബിജു പൗലോസ് എന്ന പോലീസ് വേഷം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തതാണ്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിന്റെ 2ാം ഭാഗം ഇറങ്ങുന്നത്. നിവിൻ പോളിയും ഷംനാസും ചേർന്നാണ് നിർമ്മാണം. മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്രയുടെ 2ാം ഭാഗം യാത്ര 2 നാളെ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ മലയാളം പതിപ്പില്ലാത്തതിനാൽ കേരളത്തിൽ റിലീസില്ല. ആദ്യ ചിത്രം യാത്രയിൽ YS രാജശേഖര റെഡ്ഡിയാണ് മമ്മൂട്ടിയായി എത്തുന്നത്. യാത്ര 2-ൽ തമിഴ് നടൻ ജീവയാണ് നായകൻ. YSRന്റെ മകൻ YS ജഗന്റെ രാഷ്ട്രീയ യാത്രയാണ് യാത്ര 2ന്റെ പ്രമേയം. ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തും. ജിസ് ജോയി സംവിധാനം ചെയ്യുന്ന തലവൻ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു.
ചിത്രത്തിൽ ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. ചിത്രത്തിൽ ആസിഫ് അലിയുടെ മേക്ക് ഓവർ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. കോക്കസ് മീഡിയ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഒരുങ്ങുന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു. ഫെബ്രുവരി 16-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നത് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഇന്ദ്രജിത്ത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാറോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. മമ്മൂട്ടി നായകനായി എത്തുന്ന ഭ്രമയുഗത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവം. ഭ്രമയുഗത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നടൻ മമ്മൂട്ടി ചിത്രത്തിന്റെ ബജറ്റും വളരെ വലുതാണെന്ന് റിപ്പോർട്ടുകൾ. വിക്കിപീഡിയ വിവരങ്ങൾ പ്രകാരം ഏകദേശം 27.7 കോടിയാണ് ബജറ്റ്. ബ്ലൂ മൗണ്ട് ക്രിയേഷനായി ഫുട്വേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു വാതിൽ കോട്ടയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇന്ദ്രൻ സർ, ചാർമിള, രമ്യ പണിക്കർ, സീമ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളെ അണിനിരത്തി ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്മൽ ബോയ്സ് റിലീസിനൊരുങ്ങുന്നു. ഒരു കൂട്ടം യുവാക്കളുടെ കഥയുമായാണ് മഞ്ഞുമ്മൽ ബോയ്സ് എത്തുന്നത്. സൗബിൻ ഷഹീർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. ഓസ്ട്രേലിയ പാകിസ്ഥാൻ മത്സരത്തിലെ വിജയിയെ ആയിരിക്കും ഇന്ത്യ നേരിടുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 വിക്കറ്റ് വിജയം ഇന്ത്യ നേടിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് IPL-ൽ തിരിച്ചെത്തുന്നു. ശുഭവാർത്ത പങ്കുവച്ച് ഡൽഹി ക്യാപിറ്റൽസ് മുഖ്യ പരിശീലകൻ ഋഷഭ് പന്ത്. കാർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു പന്ത്. ICCയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ. നേരത്തെ രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, ബിഷൻ സിംഗ്, ബേദി എന്നിവർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരുന്നു. ബുംറ നേരത്തെ ഏകദിന റാങ്കിങ്ങിലും ഒന്നാമതെത്തിയിട്ടുണ്ട്. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇറാനെ തകർത്ത് ആതിഥേയരായ ഖത്തർ ഫൈനലിൽ. ജയം 2-നെതിരെ 3 ഗോളുകൾക്ക്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ദക്ഷിണ കൊറിയയെ തകർത്ത ജോർദാനാണ് ഫൈനലിൽ ഖത്തറിന്റെ എതിരാളികൾ. ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ആവേശം നിറച്ച് ഓൾ ഓസ്ട്രേലിയ മലയാളി ഫുട്ബോൾ ടൂർണമെന്റ്. ഇപ്സ്വിറ്റ് മലയാളി അസോസിയേഷനും ഇപ്സ്വിറ്റ് ഫുട്ബോൾ ഫെഡറേഷനും സംയുക്തമായാണ് 7ാമത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. 5 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 34 ടീമുകൾ പങ്കെടുത്തു. പുരുഷ വിഭാഗത്തിൽ മാഡിംഗ്ടൺ FC പെർത്ത് ജേതാക്കളായി. അപ്പോൾ താങ്ക് യു സുബി വിശ്വനാഥ്. എന്തായാലും നമുക്ക് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ നോക്കി വന്നു. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാൻ, നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇത് നമുക്കൊപ്പം അതിഥിയായി മോർണിംഗ് വോയിസിൽ ചേരുന്നത് ശ്രീ വൈശാഖൻ തമ്പി. സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലില് ഇദ്ദേഹം ക്യൂറേറ്ററാണ്. ഈ മ്യൂസിയം ആർട്സ് ആൻഡ് സയൻസും കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പും സംയുക്തമായിട്ടാണ് ഇവിടെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് എഡിഷൻ ആണ്. ഏഷ്യയിലെ തന്നെ ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവൽ. ഇത്രത്തോളം വലിയ, ഇത്തരം വിശാലമായിട്ടുള്ള ആദ്യത്തെ ഒരു സയൻസ് ഫെസ്റ്റിവൽ ആണ് ഇവിടെ ഈ തോന്നിക്കൽ ബയോ സയൻസ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടുതലും നമുക്ക് ശാസ്ത്ര അധ്യാപകൻ കൂടിയായിട്ടുള്ള വൈശാഖനോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ ആശയത്തിലേക്ക് എത്തിയത്? എനിക്കറിയാം താങ്കൾ ഒരു ശാസ്ത്ര പ്രചാരകനാണ്. ഈ മ്യൂസിയം ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ള ഒരു സംരംഭത്തിന്റെ ഉദ്ദേശം തന്നെ ശാസ്ത്രം, കല ഒക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ അത്തരത്തിൽ ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഈ കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പുമായി സംയുക്തമായി ചേർന്ന് ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും മ്യൂസിയത്തെക്കാൾ പഴക്കമുള്ള ഒരു ആശയമാണ്. ഏതെങ്കിലും ഒരാളുടെ ആശയം എന്ന് വിളിക്കാനും പറ്റില്ല.
നമ്മൾ സമാന മനസ്കരായിട്ടുള്ള സയൻസിലും കലയിലും ഒക്കെ താല്പര്യമുള്ള കുറേ ആളുകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആശയമാണ് സയൻസ് നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കല കൂടി ഉപയോഗിക്കുന്ന ഒരു വലിയ സയൻസ് ഫെസ്റ്റിവൽ. അത് ജസ്റ്റ് അനദർ സയൻസ് ഫെയർ അല്ലെങ്കിൽ ഒരു മറ്റൊരു ശാസ്ത്രമേള എന്ന രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല. അപ്പോൾ അതൊരു വലിയ സ്കെയിലിലുള്ള ഒന്നാകണം. ആ ആശയമാണ് പതിയെ ഡെവലപ്പ് ചെയ്യുന്നത്. അതെന്ത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം, എന്ത് ക്രമമാണ് പിന്തുടരേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ. അത് പിന്നീട് പതിയെ പതിയെ ആ സമയത്ത് കേരള സർക്കാരിൻ്റെ നോളജ് സൊസൈറ്റി അല്ലെങ്കിൽ ജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞൊരു ഉദ്ദേശമായിട്ട് അത് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആശയമാണെന്നുള്ളതുകൊണ്ടാണ് സർക്കാരുമായിട്ടുള്ള ഒരു ചർച്ചയിലും പിന്നെ സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിലേക്കും കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ആശയമൊന്നും വിളിക്കാൻ പറ്റില്ല. സമാന ചിന്താഗതിക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഐഡിയ മെറ്റീരിയലൈസ് ചെയ്താണ് ഈ കാണുന്നത്. അതെ, തീർച്ചയായും. ഇപ്പൊ PCR എന്ന് പറയായിരുന്നു, ഈ ഒരു അറ്റ്മോസ്ഫിയർ അതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് പതുക്കെ ഒന്ന് ഇറങ്ങാം. കാരണം നമ്മൾ നിൽക്കുന്നത് ഒരു യൂണിവേഴ്സിലാണ് അല്ലേ, നമ്മുടെ ഒരു യൂണിവേഴ്സിന്റെ ഇൻസ്റ്റലേഷൻ അതാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അല്ലേ. യൂണിവേഴ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭൂമിയായിട്ട് മാറുകയാണെങ്കിൽ ചുറ്റുമുള്ള പ്രപഞ്ചം നമുക്ക് എങ്ങനെ കാണപ്പെടും, അതിന്റെ ഒരു വിഷ്വലൈസേഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനുള്ളിൽ നമ്മൾ ജീവിക്കുന്ന ഗാലക്സി, അതായിട്ടുള്ള പ്രപഞ്ചം എങ്ങനെയാണ് നമുക്ക് കാണപ്പെടുന്നത്. മിൽക്കി വേ ഗാലക്സിയുടെ വർക്ക് ഇവിടെ നിന്ന് വിസിബിൾ ആണ്. ശരിക്കും നമ്മളൊരു ഭൂമിയായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഇതിനുള്ളിൽ കിട്ടുക. മറ്റ് ഗാലക്സികൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ആകാശത്തൂടെ കാണുന്ന മറ്റ് നക്ഷത്രങ്ങളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു കാഴ്ച ഭൂമി പകുതി മറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയായിട്ട് മാറുക എന്ന് പറഞ്ഞൊരു ആശയം. എല്ലാം തുടങ്ങുന്ന പ്രപഞ്ചത്തിൽ നിന്നാണല്ലോ, എല്ലാം പ്രപഞ്ചത്തിനകത്താണ് നടക്കുന്നത്. അപ്പൊ പ്രപഞ്ചോൽപ്പത്തിയിലാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത്. അതെ, തീർച്ചയായും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ഒരു മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ പരിണാമം, അത് നമ്മൾ ഈ നിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടം വരെ എങ്ങനെ എത്തി എന്നുള്ളതിന്റെ ഒരു നേർചിത്രം നമുക്ക് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ എത്തിയാൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു പരിച്ഛേദം നമ്മൾ കണ്ടു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഇൻസ്റ്റലേഷനാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 25 ഏക്കറിലാണ് വ്യത്യസ്ത പവലിയൻ ഒരുക്കി ഇതുപോലെയുള്ള ശാസ്ത്ര കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. 8 മണിക്കൂറോളം വേണം അല്ലെ ഇതൊന്ന് കണ്ടു തീർക്കാൻ? അത് കാണേണ്ട രീതിയിൽ കാണാൻ അത്ര സമയം എടുക്കും. നമുക്ക് അതുകൊണ്ട് 2 ദിവസം കാണാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ ഇതിന്റെ പാക്കേജിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത ഒരു ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവൽ ആണെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ക്യൂറേറ്റഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്യൂറേറ്റഡ് എന്നുള്ള ഭാഗമൊക്കെ കേൾക്കുന്നത്. സയൻസിൽ അങ്ങനെ കേൾക്കാറില്ല. ഇവിടെ നമ്മളൊരു ചോദ്യമാണ് അഡ്രസ് ചെയ്യുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു കഥയാണ്. അതായത് മനുഷ്യർ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ്, നമ്മൾ ഇന്ന് ഈ കാണുന്നത് പോലെ ചാനലും ലൈവ് ടെലികാസ്റ്റും ഒക്കെ സാധ്യമാകുന്ന രീതിയിലേക്ക് മനുഷ്യരെങ്ങനെയാണ്, മറ്റു ജീവികൾക്കൊന്നും ഇത് സാധ്യമല്ല, നമ്മളെങ്ങനെ ഈ കാണുന്ന രൂപത്തിലേക്ക് വന്നു, ഈ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് കഥ എന്ന് വിളിക്കുമെങ്കിൽ പോലും നമുക്ക് കേട്ട് വരുന്നൊരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് തരുന്നത്, ആ അറിവിന് എന്തൊക്കെ വിഷയങ്ങളാണെന്നുള്ളത് വിഷയമല്ല. അതായത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ അറിയാം, സയൻസ് എങ്ങനെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ക്യൂറേഷൻ. അത് പ്രപഞ്ച ഉൽപ്പത്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രപഞ്ചം ഉണ്ടാകുന്നു, പിന്നെ ഭൂമി ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നു. ജീവന്റെ പല പ്രത്യേകതകളിലൂടെ അതൊരു സങ്കീർണ കോശം എന്ന് വിളിക്കുന്ന യൂക്കാരിയോട്ടിക് സെൽ എന്നാണ് അതിനെ ബയോളജിയിൽ വിളിക്കുക. അതിന്റെ ഉത്ഭവത്തിലേക്ക് വരുന്നു. അതൊക്കെ നൂറുകണക്കിന് കോടി വർഷങ്ങൾ കൊണ്ടുവന്ന പരിണാമമാണ്. അവിടെ നിന്നും ജീവിവർഗങ്ങൾ പരിണമിക്കുന്നു, പല ജീവിവർഗങ്ങൾ. അതിൽ പല സമയങ്ങളിലെ ജീവിവർഗങ്ങൾ കൂട്ടത്തോടെ വംശനാശം വന്നു പോയിട്ടുണ്ട്. പിന്നെയും പുതിയ ജീവിവർഗങ്ങൾ ഉദയം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഉദയം കൊണ്ടൊരു ജീവിവർഗമാണ് ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന നമ്മൾ മനുഷ്യർ. പിന്നെ നമ്മൾ മനുഷ്യർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, മറ്റു ജീവികളിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തരാണ്, മറ്റു ജീവികളോട് നമ്മളെങ്ങനെ സമാനരാണെന്നുള്ള കാര്യം ആൾറെഡി ഇതിനകത്ത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യരെങ്ങനെയാണ് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എന്നുള്ള കഥയായിരിക്കും മുമ്പോട്ട്. ആ ഒരു കഥയിലൂടെ മനുഷ്യൻ വന്ന വഴി, മനുഷ്യന്റെ ചരിത്രത്തിലൂടെ പിന്നിലേക്കൊരു ടൈം ട്രാവൽ, ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ലൈഫ് സയൻസ് എന്നുള്ളൊരു ആശയമാണ്. ബേസിക്കലി ഒരു ജീവി ആയതുകൊണ്ട് ജീവികളുടെ സയൻസ്, ജീവശാസ്ത്രമായിരിക്കും ഇതിനകത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കപ്പെടുന്ന വിഷയം. ഈ ഉൽപ്പത്തി മുതൽ ഈ ആധുനിക കാലഘട്ടം വരെ എത്തുമ്പോൾ ഒരു ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ അല്ലെ, കൃത്യമായി അങ്ങനെ ബിഗിനിങ് ടു എൻഡ് ഇവിടെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ഇപ്പൊ പ്രേക്ഷകരെ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് അതിശയിപ്പിച്ച കാഴ്ചയായിരുന്നു നമ്മുടെ മൂൺ ഇൻസ്റ്റലേഷൻ. കനകക്കുന്ന് കൊട്ടാരത്തിൽ പാലസിൽ ആ ഒരു മൂൺ ഇൻസ്റ്റലേഷൻ വന്നപ്പം എവിടുന്നൊക്കെയാണ് ആളുകൾ അവിടേക്ക് തടിച്ചു കൂടിയത്. ഒരു ദിവസമോ 2 ദിവസമോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ
രാത്രിയായിരുന്നു അവിടെ ആ ഒരു മൂൺ ഇൻസ്റ്റലേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിറ്റേന്നത്തെ നമ്മുടെ അന്ന് തന്നെ നമ്മൾ ഈ ടിവിയിൽ ന്യൂസ് കവർ ചെയ്ത സമയത്തും പേപ്പറിലും ഒക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആളുകളാണ് അവിടെ വന്ന് തടിച്ചു കൂടി അത് കാണാൻ. അപ്പം ആളുകൾക്ക് അത്രത്തോളം താല്പര്യമുണ്ട് നമ്മളുടെ ഈ പ്രപഞ്ചത്തെ അറിയാൻ, സയൻസിനെ കൂടുതൽ അറിയാനൊക്കെ ആയിട്ട്. സയൻസിനോടുള്ള താല്പര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കല അല്ലെങ്കിൽ ആർട്ട് നൽകുന്ന ഒരു അനുഭവം. ഇപ്പം മ്യൂസിയം ഓഫ് ദി മൂൺ എന്ന് പറയുന്നത് ലൂക്ക് ജെറം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റിന്റെ ഇൻസ്റ്റലേഷനാണ്. പക്ഷെ അത് വെറും ഒരു ആർട്ടല്ല. കാരണം അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നാസ പകർത്തിയ ആക്ച്വൽ സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിച്ചാണ് അദ്ദേഹം ആ മൂണിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനങ്ങനെ നിലനിർത്തുന്നതിന് പിന്നിൽ കുറേയധികം എഞ്ചിനീയറിംഗ് ഉണ്ട്. കാരണം 7 മീറ്ററോളം വ്യാസമുള്ളൊരു ഗോളമാണത്. അതിനെങ്ങനെ പുറത്ത് നിർത്തണം, അത് സ്റ്റഡിയായിട്ട് നിൽക്കണം, അതിനകത്ത് നിന്ന് പ്രകാശം കൊടുക്കണം. എന്നാലും ദൂരെ നിന്ന് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ ഇതിൽ പ്രകാശ സ്രോതസ് ബൾബ് അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണരുത്. കണ്ടാൽ അത് ചന്ദ്രനാണെന്ന് നമുക്ക് തോന്നില്ല. പിന്നെ അതിനകത്ത് വായുസഞ്ചാരം, അത് ചൂടുണ്ടാവും, ആ ചൂട് പുറത്തേക്ക് കളയണം, അത് ചുരുങ്ങി പോകാതെ നിൽക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സയന്റിഫിക് ആയിട്ടും എഞ്ചിനീയറിംഗ് ആയിട്ടും ഫലമായിട്ടും ഒരു വെല്ലുവിളി അതിനകത്തുണ്ട്. ഈ സയൻസും കലയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഒരേ സമയമാണ്. നമ്മൾ പൊതുവിൽ 2 വിഷയങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. സയന്റിസ്റ്റ് പാട്ട് പാടിയാൽ നമ്മൾ വരുന്നത് സയന്റിസ്റ്റ് സയൻസ് ചെയ്യാത്തപ്പോൾ പാട്ട് പാടുന്നതാണ്. ഇതല്ല, സയൻസും ആർട്ടും കൂടെ ചേർത്താണ് അവതരിപ്പിക്കുന്നത്, ഒരുമിച്ചാണ്. ഇവിടെ വന്നാല് നമുക്ക് ഈ മൂണിനെ മാത്രമല്ല കേട്ടോ, ചൊവ്വയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച കപ്പല് കാണാൻ പറ്റും, ഡിനോസറിന്റെ പൂർണ്ണ അസ്ഥികൂടം അല്ലേ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അപ്പൊ എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഈ പ്രേക്ഷകർക്കായിട്ടൊന്ന് വിശദീകരിച്ച് പറയാം? എല്ലാ കാഴ്ചകളും നമുക്ക് വിശദീകരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. പ്രധാനപ്പെട്ട കാഴ്ചകൾ, അതായത് കണ്ടാൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ പ്രപഞ്ചം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു ചോദിച്ചാൽ എപ്പോഴും ആകാശത്തിന്റെ പകുതി ഭാഗം ഭൂമിയുടെ തറനിരപ്പ് കാരണം മറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ആ ഭൂമിയെ മാറ്റിക്കഴിഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് ചുറ്റും എങ്ങനെയാണ് കാണപ്പെടുന്നത്? അപ്പൊ ഭൂമി ചുറ്റുന്നത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെയാണ്. ആ നക്ഷത്രം മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്ന ഒരു വലിയ നക്ഷത്ര സമൂഹത്തിലെ ഒരു നക്ഷത്രം മാത്രമാണ്. അപ്പൊ മിൽക്കി വേ ഗാലക്സി നമുക്ക് ചുറ്റും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു ഡിസ്ക് ഷേപ്പാണെന്ന് നമുക്ക് ആ ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മിൽക്കി വേ കാണുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഡിസ്ക് രൂപമാണ് ഉള്ളത്. നക്ഷത്രങ്ങളുടെ ചുറ്റും ആകാശത്ത് എല്ലായിടത്തും ഒരുപോലെ നക്ഷത്രങ്ങളില്ല. ചിലയിടങ്ങളിൽ നക്ഷത്രങ്ങൾ കൂടിക്കിടക്കുന്നതുകൊണ്ടാണ് അതിലൊരു വെളുത്ത നിറത്തിൽ പാല് കോരി ഒഴിച്ചൊരു അപ്പിയറൻസ് ആണ് അതിനുള്ളത്. നമ്മൾ ക്ഷീരപഥം എന്നാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്. അത് പാലാണ്, പാല് കാണുന്നത്. ഈ ആകാശത്ത് പാല് ഒഴിച്ചതുപോലെയാണ് അന്ന് ആൾക്ക് തോന്നിയത്. അത് പ്രപഞ്ചത്തിന്റെ കാഴ്ച. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ജീവിവർഗങ്ങളുടെ പരിണാമം എങ്ങനെയാണ് ഈ ഒരു കുറെ പൊതു പൂർവികയിൽ നിന്ന് മറ്റ് ജീവികൾ ഇങ്ങനെ പരിണമിച്ചുണ്ടായെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ഡാർവിൻ അത് ഇങ്ങനെ ഒരു ഊഹത്തിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്ന് പുള്ളിക്ക് തോന്നിയ ഒരു ഉൾവിളിയൊന്നുമല്ല. കാരണം അദ്ദേഹത്തിന്റെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ലോകസഞ്ചാരത്തിന് പോകുന്നുണ്ട്. സ്വന്തം നിലയ്ക്കല്ല, ഒരു സൈനിക ആവശ്യവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കപ്പലിൽ അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ ക്ഷണിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന് നാച്ചുറൽ സയൻസ് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് കപ്പലിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നാച്ചുറൽ സയൻസിൽ താല്പര്യം ഉണ്ടായിരുന്ന ഡാർവിൻ ചെയ്തത് ഓരോ ഭാഗത്തും ജീവിവർഗങ്ങളിലുള്ള പ്രത്യേകതകൾ, അവിടെ നിന്ന് കിട്ടിയ ഫോസിലുകൾ, സ്പെസിമെനുകളൊക്കെ പരിശോധിച്ച് ശേഖരിച്ച് വെച്ച് രേഖപ്പെടുത്തി വെച്ച് അതിനുള്ളിലൂടെ ഇങ്ങനെ മനസ്സ് സഞ്ചരിപ്പിച്ച് അതിനൊരു പൊതു പൂർവികനുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് പതിയെ എത്തുകയാണ്. അതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ നിഗമനമാണ്. അല്ലാതെ നമ്മൾ സാധാരണ വെറുതെ ഒരു ഹഞ്ച് എന്ന രീതിയിൽ മനസ്സിൽ തോന്നുന്നങ്ങ് പറയുകയായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും പലപ്പോഴും HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിന്റെ പേരെല്ലാവരും സ്കൂളിൽ പഠിക്കുക. അതിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പക്ഷെ ആ കപ്പൽ അതിന്റെ വലിപ്പത്തിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് അതാണ് ഈ കലയുടെ പ്രയോജനം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ ഇങ്ങനെ വിരസമായിട്ട് വായിച്ചു പോയൊരു കാര്യം അതൊരു അനുഭവമാക്കി മാറ്റുക, അത് നമ്മുടെ മുമ്പിൽ കിട്ടുന്നൊരു വിഷ്വലായിട്ട് മാറുക എന്ന് വരുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ പ്രത്യേകിച്ച് അതുണ്ടാക്കാൻ പോകുന്നൊരു ഇംപ്രഷനുണ്ട്. ഇപ്പം അവിടെ കുറച്ച് സയൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ എത്രത്തോളം ശക്തമായിട്ട് നിൽക്കുന്നു തീരുമാനിക്കുന്നത് ആ ഓർമ്മ ഉണർത്തുന്ന വികാരം കൂടെയാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വോ ഫാക്ടർ, അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു ശില്പം കാണുന്നു അല്ലെങ്കിൽ കലാപരമായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഇൻസ്റ്റലേഷൻ കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് പുസ്തകത്തിൽ വായിക്കുന്നവരായിരിക്കില്ല, അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ എന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും തുടങ്ങുന്നത് സ്കൂൾ വിദ്യാർത്ഥിയായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട പല അനുഭവങ്ങളും മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഈ പ്രായത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത കൂടിയാണ് ഇതിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ലൂക്ക് ജെറത്തിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലെ പ്രശസ്തരായ ഒരുപാട് ശാസ്ത്രജ്ഞർ, ഗവേഷകർ ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റലേഷനുകളുണ്ട്, ഒപ്പം അവരുടെ ടോക്സും ഇവിടെ ഒരുക്കുന്നുണ്ടല്ലോ ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ആ ഒരു ഈ ടോക്സിന്റെയും ആ ഒരു പ്രഭാഷണത്തിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? അത് ഇതിന് പാരലായിട്ടാണ് നടക്കുന്നത്. എക്സിബിഷൻ ഏരിയ ടിക്കറ്റഡ് എൻട്രി ഉള്ള സ്ഥലമാണെങ്കിലും
ഏതാണ്ട് എല്ലാ പ്രഭാഷണങ്ങളും പൊതുപ്രഭാഷണങ്ങൾ ഇപ്പൊ ഇന്നലെ മോർട്ടൻ പി മെൽഡൽ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ 2022 നോബൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രഭാഷണങ്ങൾ, വലിയ പ്രതിഭകളുടെ പ്രഭാഷണങ്ങളെല്ലാം എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ക്യൂറേറ്റഡ് എക്സിബിഷൻ എന്ന് പറയുന്ന ഭാഗത്തിന് പാരലായിട്ട് നടക്കുന്ന ലോകത്തിലെ പല മേഖലകളിൽ നിന്നുള്ള പല വിഷയങ്ങളിലെ പ്രമുഖർ അവരുടെ അറിവ് പങ്കുവെക്കുന്നു. അതായത് വൈദഗ്ധ്യം എന്ന് പറയുന്നത്, എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും അവരുടെ എത്രയെങ്കിലും സമയവും അധ്വാനവും ഊർജ്ജവും ഒക്കെ ചെലവഴിച്ച് അവരെത്തിച്ചിരുന്നതാണ്. അപ്പൊ അത്തരം ഒരു ആളിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ച് ഒരു ഉത്തരം കേൾക്കുമ്പോൾ അത്രയും വലിയൊരു അധ്വാനത്തെയാണ് ശരിക്കും നമ്മൾ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്രയും വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് നമ്മൾ സയൻസ് പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഭാഗം അത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കൂടി അത് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ ഒരു പുസ്തകത്തോട് ചോദിക്കാൻ പറ്റില്ല, ഇന്റർനെറ്റിനോട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരു അവസരം കൂടിയാണ് തുറന്നു കിട്ടുന്നത്. പിന്നെ അത് നാസ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ ആദ്യമായിട്ട് കേരളത്തിൽ പൊതുപ്രഭാഷണം നടത്തുന്നത് GSFKയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ നാസയിൽ നിന്നും മറ്റ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, മെൽബൺ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് വിദഗ്ധർ ഇതിനകം തന്നെ പൊതുവേദിയിൽ സംസാരിച്ചു പോയി. ഒരുപാട് വിദ്യാർത്ഥികൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അവരുടെ ആ എക്സ്പെർട്ടീസിന്റെ സഹായം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംശയിച്ചിരിക്കട്ടെ, അതായത് ഇപ്പം പല സമയത്തായിരിക്കുമല്ലോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്, കുട്ടികളടക്കമുള്ളവർ. അപ്പം ഇവർക്ക് ഈ ടോക്ക് ഷോയുടെ ഭാഗമാകാൻ പറ്റുന്നത് കൃത്യമായി ഈ ഒരു ടൈം ടേബിൾ നേരത്തെ നമ്മുടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. GSFK.org ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള, GSFK.org എന്ന് പറഞ്ഞ സൈറ്റിൽ പ്രോഗ്രാം ഷെഡ്യൂൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ദിവസങ്ങളിൽ ആരൊക്കെയാണ് വരുന്നത്, അതിന്റെ സമയം എപ്പോഴാണ്. ഈ പൊതുപ്രഭാഷണങ്ങൾക്ക് പുറമെ കൾച്ചറൽ ഇവന്റുകളുണ്ട്. MJ ശ്രീകുമാറും സിത്താരയും ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായ ഗായകരും ഒരുപാട് നർത്തകരും, നേതി ദേവി ഉൾപ്പെടെയുള്ള നർത്തകരും ഒക്കെ അവരെല്ലാം, കാരണം ഇതൊരു കലയും സയൻസും സമ്മേളിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതുകൂടി ചേർന്ന് ആണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആർട്ട് ഫെസ്റ്റിവലും എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ടോ? അത് മാറിയും തിരിഞ്ഞുമാണ്, എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവണമെന്നില്ല. അതാണ് ആ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് ഓരോ ദിവസവും. ചില ദിവസങ്ങളിൽ രണ്ടും ഉണ്ടാവും, ചില ദിവസങ്ങളിൽ സാംസ്കാരിക പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക, ചില ദിവസങ്ങളിൽ പ്രഭാഷണം മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സയൻസ് പ്രഭാഷണങ്ങൾ ഉണ്ടാവും. അപ്പം ഈ ആളുകൾക്ക് അറിയാൻ കൂടുതൽ കൗതുകമുള്ള ഒരു കാര്യം, ഇനിയും വരാത്തവർക്ക്, ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഈ ടിക്കറ്റ് നിരക്കിനെ സംബന്ധിച്ചും ഈ ടിക്കറ്റ് എങ്ങനെ എടുക്കും, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ 8 മണിക്കൂർ എടുക്കും. വിശദമായി ഇതിനെ അറിഞ്ഞു കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കും. അപ്പം ഒരു ദിവസത്തിലധികം നമുക്ക് ചിലപ്പം ഇവിടെ വേണ്ടി വരും. കാരണം 2 ദിവസങ്ങളിലായിട്ടാണ് അത്തരത്തിൽ ടിക്കറ്റുകളുടെ ആ ഒരു കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലേ? ടിക്കറ്റ് വളരെ വളരെ വിശാലമായിട്ടുള്ള വ്യത്യസ്ത ഓപ്ഷനുകളുള്ള ഒരു പാക്കേജാണ്. പറഞ്ഞു തീർക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ GSFK.org സൈറ്റിൽ ടിക്കറ്റിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള പാക്കേജ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ. അതായത് ഇപ്പോൾ അഡൽറ്റിന് ഒരു റേറ്റും 18 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ആളിന് വേറൊരു റേറ്റാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും എൻട്രി സൗജന്യമാണ്. ഒരു ദിവസത്തെ ടിക്കറ്റും 2 ദിവസത്തെ ടിക്കറ്റുമാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിക്കാണാം. അത് അങ്ങനെ ഓടിപ്പോകണമെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ വേണ്ടി വരും. വിശദമായി അത് ഇതിന്റെ പ്രത്യേകത, ഇത് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ഫെസ്റ്റിവൽ ഓപ്പണാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ശരിക്കും ഇതിലൂടെ കടന്നു പോകാനുള്ള നാവിഗേഷന് സഹായിക്കാനാണ് പ്രാഥമികമായിട്ട് അവരെ നിർത്തുന്നത്. അപ്പോൾ കാരണം ഇത്രയും നേരം അവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ മനുഷ്യരാണല്ലോ, ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവര് തളർന്നു പോകും. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. കാരണം ഇതൊരു കഥയാണ് പറയുന്നതുകൊണ്ട് അതിൽ മിസ്സിങ് വരാതെ അത് പതിയെ കണ്ടുപോവുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 8 മണിക്കൂർ. ഒരുപാട് പേര് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ വിചാരിച്ച പോലെ തീരുന്നില്ല, പകുതിക്ക് പോയിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ പവലിയൻ ആണെന്ന് തോന്നുന്നു, അല്ലേ കണ്ടത്? നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ 1.5 മണിക്കൂറിൽ കാണിക്കാൻ കഴിയുന്ന അത്ര കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ പവലിയൻ വിടുമ്പോൾ ഈ പവലിയനിൽ ഇടയ്ക്ക് ഈ മഴ പെയ്യുന്നത് മഴയല്ല, എന്നാൽ ഇവിടെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ്. രാവിലെ മഞ്ഞ് ഇതിനകത്ത് നിൽക്കുന്ന ഈർപ്പം അതിന്റെ മുകളിലെ തണുപ്പ് തട്ടി ഇങ്ങനെ നിൽക്കും. അത് കുറച്ചു നേരം ഇങ്ങനെ തോരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. ചോരുന്നല്ല. പുറത്ത് ഞാൻ നോക്കിയപ്പോ മഴയില്ല, അകത്ത് പവലിയനിൽ കയറിയപ്പം അവിടെ ഇവിടെയൊക്കെ മഴത്തുള്ളികൾ വീഴുന്നു. അപ്പൊ ഞാൻ ഇൻസ്റ്റലേഷന്റെ ഭാഗമായിരിക്കുമോ ഇത് എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ ഇനി 2ാമത്തെ പവലിയനിലേക്ക് പോവുകയാണ്. അപ്പം ഈ 2ാമത്തെ പവലിയനിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നമ്മളിപ്പോ പറഞ്ഞു കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിനോടൊപ്പം മ്യൂസിയം ആർട്സ് ആൻഡ് സയൻസ് എന്ന സംരംഭം കൂടിയാണ് സംയുക്തമായിട്ടാണ് ഇവിടെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഈ
സയൻസിനെ സ്നേഹിക്കുന്ന, സയൻസിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംരംഭമാണ്, ഉദ്യമമാണ് ഈ അമ്യൂസിയം ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ളത്. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഉദ്യമമാണ്. സയൻസ് പ്രചരിപ്പിക്കുക, കല പ്രചരിപ്പിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ ഒരു ഉദ്യമത്തിനുള്ളൂ. അപ്പം അതിന്റെ ട്രസ്റ്റിയാണ് നമ്മുടെ വൈശാഖൻ തമ്പി നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ഈ അമ്യൂസിയം ആർട്സ് ആൻഡ് സയൻസ് എന്നുള്ള ഒരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? മ്യൂസിയം ആർട്സ് സയൻസ് എന്നാണ് എന്റെ പേര്. ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പൊതുവെ ആർട്ടിനെയും സയൻസിനെയും ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് കുറെ പേരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ്. അത് പ്രചരിപ്പിക്കാനൊരു അങ്ങനൊരു സംഘടിത രൂപം വേണമെന്ന് തോന്നിയപ്പോൾ വന്നൊരു രൂപമാണ് അതിന്. പക്ഷെ അതിനൊരു ട്രസ്റ്റ്, അത് 7 അംഗ ട്രസ്റ്റ് ആണെങ്കിലും അങ്ങനെ 7 അംഗങ്ങളുള്ള ഒരു ഫോർമൽ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിലല്ല. GSF ആയാലും അമ്യൂസിയം മുമ്പ് ഒരുപാട് പരിപാടികൾ നടത്തിയപ്പോഴെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് സമാന മനസ്കരായിട്ടുള്ള കുറെ കൂട്ടുകാരുടെ, സമാന മനസ്കരായ കുറെ ആളുകളുടെ ഒരു ചേർന്നുള്ള സംരംഭമാണ്. അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ട്രസ്റ്റീസ് എന്ന് വിളിക്കുന്ന 7 പേരെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ട്രസ്റ്റീസ് അല്ലാത്ത ആൾക്കാരും ഒക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ പെരുമാറുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇത് ആളുകളിലേക്ക് ഇത് പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. സയൻസ് പ്രത്യേകിച്ചും അതും കലയും. എത്ര വർഷമായിട്ടുണ്ടാവും? അമ്യൂസിയത്തിന് 4 വർഷം പഴക്കമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് ഉള്ള അമ്യൂസിയം ഗാലറി ഓഫ് മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ഒരു ഗാലറി തുടർച്ചയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ആർട്ട് ഗാലറിയാണ്. ഇതിനു മുമ്പ് ഒരുപാട് സയൻസ്, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് സർക്കാരിലേക്ക് ഉൾപ്പെടെ ഒരുപാട് വിദഗ്ധരുടെ പൂൾ ഉണ്ടാക്കി കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും ഒക്കെ നൽകാൻ സഹായിക്കാനും ഒക്കെ അമ്യൂസിയം മുൻകൈ എടുത്തിട്ടുണ്ട്. ഈ 10 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഉണ്ടായത്. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. എങ്ങനെയുണ്ട് ഈ തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു? ഈ തുടക്കത്തിൽ എല്ലാ പവലിയനുകളും സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇപ്പൊ എല്ലാം സ്റ്റാർട്ടായോ? ഇത് കുറെ നാളായിട്ട് എല്ലാം സ്റ്റാർട്ടാണ്. പക്ഷെ എനിക്കൊന്ന് തുടക്ക സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നത് ഇത് സിറ്റിയിൽ നിന്ന് വെച്ച് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ 25 ഏക്കറിലിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സിന് ആവശ്യമായിട്ടുള്ള പവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വെല്ലുവിളിയായിരുന്നു. പവർ ഫെയിലിയർ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് പണി ചെയ്യാനേ പറ്റാത്ത ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കുറച്ചൊരു ഹിക്കപ്പ് തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് പിക്കപ്പ് ചെയ്തു. ഇപ്പൊ അങ്ങനെ പണി പൂർത്തിയാകാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ഈ ചെറിയ മിനുക്ക് പണികൾ കാണുമ്പോൾ ചില ആളുകൾക്ക് അത് ഇനിയും പണി പൂർത്തിയായിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. കലയുടെ അംശമുള്ളതുകൊണ്ട്, അതേസമയം സയൻസ് ആണ് പറയുന്നുള്ളതുകൊണ്ടും ഇപ്പോൾ ആൾക്കാർ വന്നു പോകുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച കഥ അവർക്ക് കിട്ടിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡീഷണൽ എലമെന്റ് കൂടെ ചിലപ്പോൾ നമുക്ക് ചേർക്കാൻ തോന്നും. അത് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ പണി പൂർത്തിയിട്ടില്ല. കാരണം എപ്പോഴാണ് എന്തെങ്കിലും പണി സയൻസിന്റെ പ്രത്യേകത അതാണ്. അത് എപ്പോഴും പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അറിവല്ല പുതുക്കപ്പെടുന്നത്. അറിവ് പുതുക്കപ്പെടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഭാഗത്ത് കുറച്ചുകൂടി പരിഷ്കരണം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി തോന്നിക്കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ സയൻസ് പുസ്തകത്തിൽ എഴുതുന്നത് പോലെ അല്ല. ഇതിങ്ങനെ ഒരു എക്സിബിഷനായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കഥ ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ആളിന്റെ മനസ്സിലുള്ളതുപോലെ വന്ന് കണ്ടുപോകുന്ന ഒരാളിനെ കിട്ടിയില്ല എന്ന് തോന്നിയാൽ അത്തരം പരിഷ്കരണങ്ങൾ വരുത്താം. അത്രേ ഉള്ളൂ. തീർച്ചയായും. അപ്പം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ മോർണിംഗ് വൈബ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ക്യൂറേറ്റർ ആയിട്ടുള്ള വൈശാഖൻ തമ്പി കൂടിയുണ്ട്. അപ്പോൾ വൈശാഖൻ തമ്പിയിലേക്കും അതോടൊപ്പം നമ്മുടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ കാഴ്ചകളിലേക്കും ഒക്കെ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ ചാവേറാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ NIA കോടതി വിധി ഇന്ന്. കേസിലെ ഏകപ്രതി പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ ചാവേറാക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ റിയാസ് പിടിയിലാകുന്നത് 2019. NCPയിലെ പുതിയ പ്രതിസന്ധിക്കിടെ സമ്മർദ്ദതന്ത്രവുമായി തോമസ് കെ തോമസ്. AK ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തേക്ക് മാറുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ നീക്കം. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. സുരഭിക്കവലയിൽ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത്. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കുമടക്കം 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ. കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. മരിച്ചത് തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ. PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ഇന്നലെയാണ് ശിവരാമൻ വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം.
10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വണ്ടിപ്പെരിയാർ തങ്കമല സ്വദേശി ജോൺ ഗണേശൻ. കേസിനിടയാക്കിയ സംഭവം നടന്നത് ഡിസംബർ 24-ന്. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് കാട്ടാന നെൽവയലിൽ ഇറങ്ങി വ്യാപക കൃഷിനാശം. നശിപ്പിച്ചത് കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലെ നെൽകൃഷി. ഒരാഴ്ചയിലധികമായി മേഖലയിൽ കാട്ടാന ശല്യമുണ്ടെന്ന് കർഷകർ. ശേഖരൻ വാലേരി, സഹദേവൻ, പ്രകാശ്, സ്വാമിനാഥ്, ഹക്കീം എന്നീ കർഷകരുടെ പാടത്താണ് ആന ഇറങ്ങിയത്. പ്രദേശത്തെ വനംവകുപ്പിന്റെ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നും ആരോപണം. എൻസിപിയിലെ പ്രതിസന്ധിയിൽ ചർച്ചകൾ തുടരുന്നു. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായി ഭൂപീന്ദർ സിംഗ് ഹൂഡ സുപ്രിയ സുലെയുമായി കൂടിക്കാഴ്ച നടത്തി. ശരത് പവാറിന്റെ വസതിയിലായിരുന്നു ചർച്ച. അവസരവാദ രാഷ്ട്രീയക്കാർ കൂടുന്നത് ജനാധിപത്യത്തെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ഇന്ന് കുറയുന്നു. ഏത് പാർട്ടിക്കാരായാലും നന്നായി ജോലി ചെയ്യുന്നവർക്ക് ബഹുമാനമില്ല. വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ HMS ബീഗിൾ എന്ന ചാൾസ് ഡാർവിന്റെ കപ്പൽ. അപ്പോൾ ആ കപ്പലിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ നമുക്ക് കപ്പലിനകത്തേക്കും കയറി അതിനുള്ളിലുള്ള ചരിത്രം അടക്കം നമുക്ക് പഠിക്കാം. എന്തായാലും നമുക്കൊപ്പം ഇതിന്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള ഡോക്ടർ വൈശാഖൻ തമ്പി കൂടി തുടരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ വിശദമായി ചോദിക്കാം. ഇതിവിടെ പണി കഴിപ്പിച്ചെടുത്തതാണല്ലേ? അതെ, ഇതിവിടെ നിർത്തി ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിന്റെ ലൈഫ് സൈസ്, ആക്ച്വൽ സൈസിലുള്ള ഒരു മാതൃകയാണ്. ഈ ഒരു കപ്പലിലെ 5 വർഷം നീണ്ടു നിന്നൊരു ലോക സഞ്ചാരമാണ് ഈ ഭൂമിയിലെ ജീവി വൈവിധ്യത്തെക്കുറിച്ച്, ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന അറിവിന്റെ ഒരു വഴിത്തിരിവായത്. നമ്മുടെ സയൻസിന്റെ തന്നെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നത്തിങ് ഇൻ ബയോളജി മേക്സ് സെൻസ് എക്സെപ്റ്റ് അണ്ടർ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്നാണ്. അതായത് പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജീവശാസ്ത്രത്തെ നമുക്ക് സെൻസിബിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ട ശാസ്ത്ര ചരിത്രത്തിലെ വളരെ വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ഡാർവിന്റെ ഈ കണ്ടെത്തൽ. അതെ, നമ്മള് പുസ്തകങ്ങളിൽ മാത്രം കണ്ടും കേട്ടും പരിചയമുള്ള ബീഗിൾ കപ്പലിലേക്കാണ് നമ്മളിത് കയറാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആ കപ്പലിനുള്ളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകൾ അതെങ്ങനെയാണ് എന്നുള്ള തരത്തിലാണ് ഈ ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡാർവിന്റെ ജീവചരിത്രം ഉൾപ്പെടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് അടക്കം അദ്ദേഹത്തിന്റെ സഞ്ചാരപാത ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ തുടക്കം അതെങ്ങനെയാണ്, ചാൾസ് ഡാർവിനെ കുറിച്ചും ഒക്കെ ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത്. എത്ര നാളെടുത്തു ഇതൊന്ന് പൂർത്തീകരിക്കാൻ? ഇത് മാസങ്ങളുടെ വർക്കാണ്. ഇവിടുത്തെ പല മെഗാ എക്സിബിഷൻസിന്റെയും ഭാഗങ്ങൾ അത് സമാന്തരമായിട്ട് നിർമ്മിച്ചാണ്. ഇതൊന്ന് തീർത്തതിനു ശേഷം അടുത്തേക്ക് പോകാനുള്ള സമയം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സമാന്തരമായി നിർമ്മിക്കപ്പെട്ടാണ് പല ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ പല എക്സിബിറ്റുകളിൽ ഒരേ സമയം വർക്ക് ചെയ്യും. പലതും ഓഫ് സൈറ്റാണ്, അതായത് ഇവിടെ അല്ല ചെയ്തത്. ഇത് പവലിയൻ ആയതിനു ശേഷം ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെയുള്ള വലിയ ഇൻസ്റ്റലേഷൻസ് പലതും ഇവിടെ വെച്ച് തന്നെ ചെയ്തെടുക്കേണ്ടതാണ്. ഇതിൽ ഡാർവിന്റെ ശില്പം പക്ഷെ പുറത്താണ് ചെയ്തത്. ഇത് പൊതുവിൽ നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ട് ശീലിച്ച ഡാർവിൻ അല്ല. കാരണം യാത്ര ചെയ്ത ഡാർവിൻ 23 വയസ്സുള്ള ഡാർവിനാണ്. ചെറുപ്പക്കാരനായിട്ടാണ്, വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള സമയത്താണ്. നമ്മൾ കണ്ടുപരിചയിച്ചത് താടിയുള്ള, കഷണ്ടിയുള്ള, ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അപ്പൊ ഇത് അങ്ങനെ ഒരു തിരിച്ചറിവ് കൂടിയാണ്. ഈ മനുഷ്യനാണ് ചാൾസ് ഡാർവിൻ. ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന ചാൾസ് ഡാർവിനാണ് ഈ കണ്ടെത്തൽ നടത്തിയെന്നുള്ളത് തിരിച്ചറിവ്. അതൊക്കെ ഇതിന്റെ ഒരു മനഃപൂർവ്വമുള്ള ഡിസൈനിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന്റെ വഴി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹം എങ്ങനെയാണ് ഈ കപ്പലിലേക്ക് എത്തിപ്പെട്ടത്, ആ യാത്ര എങ്ങനെയാണ് പരിണാമത്തെ സംബന്ധിച്ചിട്ടുള്ള ജീവശാസ്ത്രത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചത്. അപ്പൊ ഇത് ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഐക്കൺ എന്ന നിലയിൽ ഡാർവിന്റെ ചരിത്രവും അദ്ദേഹം എങ്ങനെ അതൊരു സയന്റിഫിക് തിയറി എന്ന രീതിയിൽ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്, അങ്ങനെയുള്ള കഥകളും വിവരണങ്ങളും ഒക്കെയാണ് ഇതിനുള്ളിലൊരു മ്യൂസിയം പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ആശയം അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. ഒരു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഒറിജിനൽ സ്പീഷീസ്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ ഉണ്ട്. അതിനകത്ത് അതിന്റെ അന്തസത്ത എന്താണ് എന്ന് പറയാനുള്ളത് പെട്ടെന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പരിണാമ ചിന്താധാരയുടെ ചരിത്രം, അങ്ങനെ ഒരുപാട് മുമ്പും പരിണാമത്തെ കുറിച്ചുള്ള ആശയങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അതിനെ ക്രോഡീകരിച്ചതും വളരെ വ്യക്തമായി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ ആ അധ്യായങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം കാണാൻ കൊടുത്തേക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതിന് പിന്നിൽ ഒരു ലോജിക്കലായിട്ട് ഓർഡർ ഉണ്ട്. അദ്ദേഹം ആ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്, അദ്ദേഹം അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിനെതിരെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിനുള്ള മറുപടികൾ ആ ഒരു ക്രമത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സയൻസിന്റെ രീതി, സയന്റിഫിക് മെത്തേഡ്
കൃത്യമായി പിന്തുടരുന്ന പുസ്തകമാണ്. അത് വിവരിക്കാൻ കൂടിയാണ് ഈ ശ്രമം. തീർച്ചയായും. അപ്പം ഇവിടെ വരുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇത് വായിക്കുന്നതിനൊപ്പം തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ പുതിയ പുതിയ സംശയങ്ങൾ, നമ്മൾ സയൻസിനെ കുറിച്ച് എത്രത്തോളം അറിയുന്നു അത്രത്തോളം പുതിയ പുതിയ സംശയങ്ങൾ നമുക്ക് വരുന്നത് സ്വാഭാവികമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്, പക്ഷെ പരിമിതമായ സമയമേ അവർക്ക് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് തിരക്കുള്ള സമയത്ത് അവർക്ക് തുടർച്ചയായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ GSFKയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഈ കിട്ടുന്ന അറിവ് പോരാന്ന് തോന്നുന്നു, കുറച്ചുകൂടി വിശദമായിട്ട് അറിയേണ്ടതുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ അങ്ങനെ ഒരു അറിവിന്റെ ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇതിൽ പല കാര്യങ്ങളും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും കരുതുന്നത് ഈ ചെടികൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അവര് സൂര്യന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഫോട്ടോസിന്തസിസ് ആദ്യമായിട്ട് ചെയ്യുന്നത് ചെടികൾക്കും വളരെ മുമ്പാണ്. സയാനോ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞ ബാക്ടീരിയകളാണ് ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായ ഓക്സിജനാണ് ശരിക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉള്ള ഭൂരിഭാഗം സ്ഥലത്ത് നിൽക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. അത് ജീവന്റെ ചരിത്രത്തിലെ, ജീവിവർഗങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അപ്പൊ അത് ഈ ഫെസ്റ്റിവലിൽ ഏത് ഭാഗത്താണ് ഫോട്ടോസിന്തസിസിലേക്ക് പരാമർശം ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന കാര്യങ്ങളും അതിന് ശേഷം വരുന്ന കാര്യങ്ങളും ചേർത്ത് നിർത്തി അതിനെ വായിക്കുമ്പോഴാണ് ഫോട്ടോസിന്തസിസ് ശരിക്കുള്ള പ്രാധാന്യം മനസ്സിലാവുക. അപ്പൊ ഞാനിത് എടുത്തു പറയാൻ കാരണം, വന്ന് ഓരോന്നോരോന്ന് വായിക്കുന്നത് പോലെ പ്രധാനമാണ് തൊട്ടു മുമ്പ് ഞാൻ എന്താണ് കണ്ടത്, ഇപ്പൊ കാണുന്ന എന്താണ്, ഇനി കാണാൻ പോകുന്ന എന്താണ്, ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അതെ, ഒരു ചെയിൻ പോലെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ താങ്കളൊരു ശാസ്ത്ര അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ ഫോട്ടോസിന്തസിസിനെ കുറിച്ച്, ഈ പുസ്തകത്തിൽ പറയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ചെടികൾക്കും മുൻപാണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പം ഈ നമ്മുടെ പാഠ്യപദ്ധതിയൊക്കെ ഇത്തരത്തിൽ മാറ്റി എഴുതപ്പെടേണ്ട ഒരു കാലമായി എന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ പാഠപുസ്തകങ്ങൾ ഒരുപാട് മാറ്റി എഴുതലുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അത് പാഠപുസ്തകത്തിന് വെളിയിൽ വരേണ്ടതാണ്. അത് നമ്മൾ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് വിളിക്കുന്ന കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ പാഠപുസ്തകങ്ങളുടെ ലോകത്തൊരിടത്തും പാഠപുസ്തകങ്ങളിൽ നിന്ന് അത് നേരിട്ട് കിട്ടില്ല. നമ്മൾ അങ്ങനെ അത് ഇത്തരം ഫെസ്റ്റിവലുകളുടെ പ്രസക്തി അങ്ങനെ. അപ്പൊ അവിടെ വരുമ്പോൾ ഈ കാണുന്ന കാഴ്ച ഉണ്ടാക്കുന്ന അനുഭവം, ഇത്തരം നമ്മൾ കണ്ട് ശാസ്ത്രമേളയിൽ നിന്ന് ഡിഫറന്റ് ആകുന്നുണ്ട്. പല ആളുകൾ ഇത് വന്നിട്ട് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ നടന്ന് അതിന് കണ്ടുപോകുന്നതിന് പകരം ഇതിങ്ങനെ ഒരു കഥ കൂടിയുണ്ട്, അതുകൂടി പിന്തുടർന്ന് പോകണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ ഈ കാണുന്നത് ഇത് ജീവിവർഗങ്ങൾ ഉണ്ടായി ഒരുപാട് പുതിയ പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഭൂമിയുടെ ചരിത്രം ഏതാണ്ട് 400 കോടി വർഷത്തെ പഴക്കമുണ്ട് ഭൂമിയുടെ ജീവന്. പല കാലഘട്ടങ്ങളിലും ജീവിവർഗങ്ങൾ കൂട്ടത്തോടെ വംശനാശം വന്നു പോയിട്ടുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വംശനാശം ഏതാണ്ട് 65 ദശലക്ഷം അല്ലെങ്കിൽ 6.5 കോടി വർഷം മുമ്പ് നടന്ന ഒരു ക്രറ്റേഷ്യസ് പാലിയോജിൻ എക്സ്റ്റിങ്ഷൻ ഈവന്റ് എന്ന് സയൻസിൽ വിളിക്കുന്ന ഒരു വംശനാശ സംഭവമാണ്. ആ സമയത്ത് ഭൂമിയിൽ ആധിപത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ജീവിവർഗം എന്ന് പറഞ്ഞ ഡൈനോസറുകളാണ്. ആ ഡൈനോസറിൽ തന്നെ സിനിമയിലൂടെ, ജുറാസിക് പാർക്കുള്ള സിനിമയിലൂടെയൊക്കെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ടൈറനസോറസ് റെക്സ് എന്ന് പറയുന്ന ഒരു മാംസഭുക്കായിട്ടുള്ള ദിനോസറാണ്. അത് വളരെ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ജീവിയായിരുന്നു. ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയ മാംസഭുക്കാണ്. അതിന്റെ ശരിക്കുള്ള സൈസിലുള്ള ഫോസിൽ റെപ്ലിക്കയാണ് നമ്മളിവിടെ ഈ ഒരുക്കിയിട്ടുള്ളത് അല്ലെ. ഒരു യഥാർത്ഥ ഇപ്പോൾ പറഞ്ഞ ആ സ്പീഷീസിൽപ്പെട്ട ഡൈനോസറിന്റെ, കുട്ടികൾക്കെല്ലാം അറിയാം, നമ്മൾ ജുറാസിക് പാർക്കിലൂടെയൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ദിനോസറിന്റെ ഒരു പൂർണ്ണ രൂപം, അതായത് അതിന്റെ അസ്ഥികൂടത്തിന്റെ പൂർണ്ണ രൂപമാണ് അമേരിക്കൻ നാച്ചുറൽ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു ആക്ച്വൽ ഫോസിലിന്റെ അതേ റെപ്ലിക്കയാണ്. മിക്കവാറും എല്ലാ പ്രശസ്ത മ്യൂസിയങ്ങളിലും ഇത്തരം ഫോസിലുകളുടെ റെപ്ലിക്കയാണ് സൂക്ഷിക്കുക. കാരണം ഫോസിലുകൾ ഭയങ്കര വിലപിടിച്ചതാണ്, അതിന്റെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫോസിൽ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിലയോടെ പ്രധാനപ്പെട്ടാണ് അതിന്റെ ഇൻഷുറൻസ്. ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് ഒക്കെ വളരെ, ഇത് ഭയങ്കര, നമുക്ക് ഈ കോടാനുകോടി വർഷം മുമ്പൊക്കെ വംശനാശം വന്നുപോയ ജീവികളുടെ ഫോസിൽ കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ ലക്കാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള, വിലപിടിക്കാനാവാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അത് നേരിട്ട് കാണുക, അതെങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച്
കുട്ടികളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ജനറേഷന് ശേഷം വന്ന കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡൈനോസറുകളുടെ സ്പീഷീസിനെ കുറിച്ചൊക്കെ അവർക്ക് കാണാതെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായും ഇത് ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡൈനോസറിന്റെ ഈ ഒരു ഇൻസ്റ്റലേഷൻ ഒരുക്കിയിട്ടുള്ളത് ഫോസിൽ ഇൻസ്റ്റലേഷൻ ആണ് ഒരുക്കിയിട്ടുള്ളത്. അമേരിക്കൻ മ്യൂസിയത്തിൽ ഉള്ള മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി അതിന്റെ ഒരു റെപ്ലിക്കയാണ് അവിടെ ഉണ്ടായത്. ഇതുപോലുള്ള ഇത്രയും പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിലുകൾ താരതമ്യേന അളവിൽ കുറവാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഡൈനോസറുകളിൽ ഒന്നാണിത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്? ഇത് ശരിക്കും നമ്മൾ ചൈനയിൽ നിർമ്മിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്താണ്. ഇതിന്റെ മോഡൽ കൊടുത്ത് അത് ഫൈബറിൽ കാസ്റ്റ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ച് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഇത് കൂട്ടി യോജിപ്പിച്ചെടുത്തതാണല്ലേ. അപ്പം ഇതിന്റെ ആക്ച്വലി ഈ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു രൂപം ഉണ്ടാക്കിയത് ചൈനയിലാണ്, അവിടുന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഓ ശരി ശരി. അതോടൊപ്പം ഈ അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ മ്യൂസിയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ബ്രിട്ടനിൽ നിന്നുള്ള മ്യൂസിയത്തിൽ നിന്നുള്ള ഒക്കെ ഇതുപോലുള്ള റെപ്ലിക്കകൾ നമുക്ക് ഈ ഒരു റെപ്ലിക്ക നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പറഞ്ഞത് ആർട്ട് സയൻസ് ആണ് നമ്മുടെ ആശയം. പൊതുവിൽ നമ്മൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, STEM എന്നാണ് വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് പൊതുവിൽ ഉപയോഗിക്കുന്ന വാക്ക്. ഈ മ്യൂസിയം ആർട്ട് സയൻസിന്റെ ഈ ആശയം അത് STEAM എന്ന് പറയുന്ന ആശയമാണ് പിന്തുടരുന്നത്. അതൊരു പുതിയ ആശയമാണ്. അതായത് ഇപ്പൊ ലോകത്ത് പതിയെ 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 പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്ട് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ സയൻസ് അറിയാവുന്നവരുണ്ട്, കലാകാർ, വിഷ്വൽ ആർട്ട് ചെയ്യുന്നവരുണ്ട്, ഗ്രാഫിക് ഡിസൈനർമാരുണ്ട്, സ്കൾപ്റ്റിംഗ് ചെയ്യുന്ന ശില്പകല ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ കലാകാർ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അവർ ബാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. അവരെ കൂടി ഇതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായക സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ കലാ നൈപുണ്യം കൊണ്ട് തീർച്ചയായും നമുക്ക് ഇവിടെ വന്നാൽ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ശാസ്ത്ര വിഷയങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് എങ്കിൽ പോലും അതിന്റെ കലാ സംവിധാനമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് കറക്റ്റായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. അത്രത്തോളം വൈദഗ്ധ്യമുള്ളവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഡൈനോസറിനെ കണ്ടു, ഇനി നമ്മൾ അടുത്ത പവലിയനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പതുക്കെ എത്താം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട്? ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ്, ഇതുപോലൊരു ഗ്ലോബൽ ഫെസ്റ്റിവൽ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇത്രത്തോളം വലിയ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്, അതിന് വിചാരിച്ചത്ര രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു ആത്മവിമർശനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് ഇതിന്റെ വാർത്ത എത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് എത്രത്തോളം യുണീക്കാണ്, ഇത് എന്തുകൊണ്ട് കാണപ്പെടേണ്ട ഒരു സംഭവമാണ്, എന്തുകൊണ്ട് നമ്മൾ പൊതുവിൽ കണ്ട് ശീലിച്ചതല്ല എന്നൊരു കാര്യം ഒരുപക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ സാധാരണക്കാരിലേക്ക്, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി എത്തേണ്ടതുണ്ടെന്നുള്ളൊരു ആത്മവിമർശനം ഇതിനെ സംബന്ധിച്ച് എനിക്കുണ്ട്, ഞങ്ങളുടെ ടീമിനുണ്ട്. അതിനുള്ള ശ്രമം കൂടി നിങ്ങളെപ്പോലുള്ളവരുടെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൃത്യമായിട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത്. ഈ തുടക്കത്തിൽ പത്രത്തിലും ടിവിയിലും ഒക്കെ ഒരു വാർത്ത വന്നു പോയതിനപ്പുറം എനിക്ക് തോന്നുന്നു വിശാലമായ രീതിയിൽ കവർ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എന്തായാലും ന്യൂസ് 18 കേരളം നമ്മൾ മോർണിംഗ് വൈബ്സ് ഇവിടെ നിന്ന് തന്നെ ആക്കാം. ഇങ്ങനെ ഒരു വലിയ ഏഷ്യയിലെ തന്നെ വലിയൊരു ഗ്ലോബൽ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ, അതിലെ കാഴ്ചകളൊക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ, പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഫുൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ അവിടെ ഒരു വലിയ ഡിനോസറിനെ കണ്ടു. ഇതിപ്പോ ഒരു കുഞ്ഞൻ, ഇത് സ്മിലോഡോൺ ഫെറ്റാലിസ് എന്ന് പറയുന്ന നമ്മുടെ ഐസ് ഏജ് സിനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സൈബർ ടൂത്ത് ടൈഗർ. അതിന്റെ ഫോസിൽ റെപ്ലിക്കയാണ്. ഇതെല്ലാം ശരിക്കും നമ്മുടെ കലാകാർ ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ തന്നെ കലാകാർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റ് ഈ തലയോട്ടികളുടെ, മനുഷ്യ പൂർവിക ജീവികളായിട്ടുള്ള ആസ്ട്രോപിറ്റിക്കസ് പോലുള്ള ജീവികളുടെയൊക്കെ തലയോട്ടികളുടെ റെപ്ലിക്ക എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഇവിടുത്തെ നമ്മുടെ കലാകാർ ചെയ്തെടുത്ത ആർട്ട് വർക്കുകൾ കൂടിയാണ്. അതേസമയം കൃത്യമായ ഫോസിലുകളുടെ അതേ റെപ്ലിക്കയാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഒരു സയന്റിഫിക് വർക്ക് കൂടിയാണ്. അതെ അതെ അതെ. ഇതിപ്പം ഏത് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചായിരിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടാണല്ലേ. അപ്പം ഈ വർക്കൊക്കെ ചെയ്തെടുക്കാൻ എത്ര ദിവസം എടുത്തു? ഇതെല്ലാം സമാന്തരമായി ചെയ്തെടുക്കുകയായിരുന്നു അല്ലേ? സമാന്തരമാണ്. നമ്മളുടെ ഒരു വർഷത്തോളം സമയം പലതിനും നമ്മൾ മുന്നൊരുക്കങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്
ഇത് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന മനുഷ്യപൂർവികർ. അത് മനുഷ്യപൂർവികരുടെ ചരിത്രത്തിൽ ഏതാണ്ട് 10 ലക്ഷം വർഷം മുമ്പ് മനുഷ്യൻ ആദ്യമായിട്ട് തീയെ നിയന്ത്രിക്കാൻ ടേമിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്ന കൺട്രോൾഡ് ഫയർ. നമ്മളുടെ മറ്റു ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നതാണ്. നമുക്ക് തീ നിയന്ത്രിക്കാൻ പറ്റും. പൊതുവെ കാട്ടിലെ മറ്റു ജീവികളെല്ലാം തീയെ പേടിക്കുന്നവരാണ്. മനുഷ്യന് ആവശ്യമുള്ളപ്പോൾ തീ കത്തിക്കാനും ആവശ്യം കഴിയുമ്പോൾ അത് അണയ്ക്കാനും പറ്റും. അപ്പൊ അത് ആദ്യമായിട്ട് ആ വിദ്യ ശീലിച്ചത് ഹോമോ ഇറക്ടസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ ഇത് ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗമാണ്. ആദ്യമായിട്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മനുഷ്യന്റെ ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കുന്നത് 2 കാലിൽ നിവർന്ന് നടക്കാനുള്ള കഴിവാണ്. മറ്റെല്ലാ ജീവികളും 4 കാലിൽ നടക്കും, 2 കാലിൽ എഴുന്നിട്ട് നടക്കുന്നത്. അത് തുടങ്ങിയത് ആസ്ട്രലോപിത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 35 ലക്ഷം വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇതെല്ലാം ആർഡിപിത്തിക്കസ്, ഇതെല്ലാം അതിന്റെ പല പല ഘട്ടങ്ങൾ. പരിണാമം ഒരിക്കലും ഒരു ലീനിയർ ആയിട്ട് ഇങ്ങനെ രേഖീയമായിട്ട് പോകുന്ന ഒരു പ്രക്രിയയല്ല. പല പല വഴികളിലേക്ക് പല ജീവിവർഗങ്ങൾ പിരിഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഹോമോസാപ്പിയൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിയാൻഡർതാലൻസസ് എന്ന് വിളിക്കുന്ന വേറൊരു സമാന്തര ജീവിവർഗം ഉണ്ടായിരുന്നു. ഏതായാലും 40,000 വർഷം മുമ്പ് വരെ അവർ ജീവിച്ചിരുന്നു നമ്മളോടൊപ്പം. നമ്മൾ പലരിലും നിയാൻഡർതാലിന്റെ ഒരു 5%, 3%, 5% ജനിതകം നമ്മൾ വഹിക്കുന്നുണ്ട്. അതായത് ഹോമോ നിയാൻഡർതാലൻസസും ഹോമോ സാപ്പിയൻസും തമ്മിൽ പരസ്പരം ഇണചേർന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ പല 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 ബ്രാഞ്ചുകളായിട്ട് പിരിയുന്ന ഒരു കഥയാണ് മനുഷ്യന്റെ പരിണാമത്തിന് പറയാനുള്ളത്. മനുഷ്യന്റെ അല്ല, പൊതുവിൽ ജീവിവർഗങ്ങളുടെ മൊത്തം പരിണാമത്തിന് പറയാനുള്ള ആ കഥയാണ്. ആ കഥ അവതരിപ്പിക്കാനും അതിന്റെ സങ്കീർണ്ണ, ഇത് പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥയല്ല ഇവിടെ, പക്ഷെ അതിലേക്കുള്ളൊരു തുടക്കം, അതിന്റെ പെർസ്പെക്റ്റീവ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ ഫെസ്റ്റിവലിന്റെ, പ്രത്യേകിച്ച് അതിനകത്തുള്ള ക്യൂറേറ്റഡ് എക്സിബിഷന്റെ പ്രധാന പർപ്പസ്. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രോസസ് അല്ലല്ലോ, അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. തീർച്ചയായിട്ടും അത് ഓൺഗോയിങ് ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് 5 വർഷത്തിനിടെയാണ് നമ്മൾ പാൻഡമിക്കിൽ ഇവിടെ കടന്നുപോയത്. അപ്പൊ നമ്മള് ഈ പുതിയ പുതിയ കോവിഡ് വേരിയന്റുകൾ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അത് വേറൊന്നുമല്ല, പരിണാമമാണ്. പുതിയ വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ DNA സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന പുതിയൊരു പരിണാമമാണ്. അതാണ് അത് തന്നെ. അത് ഓൺഗോയിങ് ആണ്. മനുഷ്യനും സാധ്യമല്ലേ? തീർച്ചയായിട്ടും എല്ലാ ജീവനങ്ങൾക്കും സാധ്യമാണ്. പക്ഷേ അത് ആ പരിണാമങ്ങൾ ജനിതകമായി വരുന്ന മാറ്റങ്ങളാണ്. റാൻഡമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറുമ്പോഴാണ്. അതിപ്പോ ബാക്ടീരിയകളോ വൈറസോ ഒക്കെ ആകുമ്പോൾ പ്രത്യേകത അവ ഇങ്ങനെ മണിക്കൂറുകളോ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. തലമുറകളുടെ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുമ്പിൽ കാണാവുന്ന രീതിയിൽ അവർ പുതിയ വർഗ്ഗങ്ങളായിട്ട് പരിണമിക്കാം. പക്ഷെ വലിയ ജീവികൾ, നമ്മൾക്കുള്ള വലിയ ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറ്റങ്ങൾ ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ വളരെ വളരെ നിസ്സാരമായ മാറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ മനുഷ്യവർഗ്ഗം ഉണ്ടായിട്ട് തന്നെ ഏതാണ്ട് 3 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ വലിയ വലിയ ജീവികളിലേക്ക് വരുമ്പോൾ ആ മാറ്റം വളരെ സാവധാനമാണ്. ആ ജീവിവർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിക്ക് അത് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു 10 ലക്ഷം വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിവർഗം, നമ്മളെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവിവർഗം ഉണ്ടെങ്കിൽ നമ്മളെ അവരൊരു പൂർവിക ജീവിയായിട്ട് കണക്കാക്കിയേക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുള്ളത്, മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി പരിണാമത്തിന്റെ സ്വാഭാവികമായ ക്രമത്തെ തകിടം മറിച്ചൊരു ജീവിയാണ്. അതായത് പരിണാമത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അണു നിങ്ങളുടെ ദേഹത്ത് കയറി അത് പരിണമിച്ച് പുതിയ അത് കൂടുതൽ നന്നായിട്ട് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ജീവി ചത്തുപോകും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു, നമ്മൾ അതിനെ കൊല്ലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പല രീതിയിലും ഈ പരിണാമത്തെ ചെറുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ നടന്നതുപോലെ ആയിരിക്കണമെന്നില്ല മുമ്പോട്ടുള്ള കഥ. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പല ജീവിവർഗങ്ങളുടെ കൈകൾ തമ്മിലുള്ള സാമ്യമാണ്. പരിണാമം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്ര വ്യത്യസ്തമല്ല ഇത്. അതെല്ലാം പല കുഞ്ഞു കുഞ്ഞു ജീവികളുടെ, മെക്കാക്കയാണ്, ചിമ്പാൻസിയാണ്, മൗണ്ടൻ ഗൊറില്ലയാണ്, ഫോറസ്റ്റ് ഇതുപോലെ ഹൈഫനേറ്റ്സ് ഫൂട്ട്, ഇതെല്ലാം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇത് മാമത്തിന്റെ ആണ്. മാമത്ത് എന്ന് പറഞ്ഞാൽ ആന പോലെ ഇരിക്കുന്ന വളരെ പൂർവിക ജീവിയാണ്. പക്ഷെ ഇത് നമ്മുടെ കൈകളോട് സാമ്യമുള്ള ഘടനയാണ് അനാട്ടമിക്കലായിട്ടുള്ളതെന്ന് കാണാം. ഹ്യൂമൻ ഫൂട്ട് ഇവിടെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമെന്ന് തോന്നുമെങ്കിൽ പോലും ജീവിവർഗങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു പരസ്പര ബന്ധമാണ്. അതാണ് പരിണാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത. അത് തെളിയിക്കുന്നതിനുള്ള ചില എക്സിബിറ്റുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഇൻസ്റ്റലേഷൻസ് മാത്രമല്ല, ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ഇവിടെ എല്ലാ ഇടത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. 2 ഭാഷയിലുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോ അത് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വായിച്ചറിയുക, കണ്ടറിയുക, തൊട്ടറിയുക, അല്ലെ, അനുഭവിച്ചറിയുക. ഇത് വെറുതെ എഴുതി വെക്കലല്ല, ഇതെല്ലാം നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ബോധപൂർവം ഇരുന്ന് സമയമെടുത്ത് ചിത്രങ്ങൾ ഏത് വേണം, ഏത് നിറം വേണം, അങ്ങനെയുള്ള ബോധപൂർവമായ തെരഞ്ഞെടുപ്പിലൂടെ ഡിസൈൻ ചെയ്തെടുത്ത ടെക്സ്റ്റുകളാണ് ഈ ചുവരിൽ കാണുന്നത്. നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്കള്ള് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബാറ്റിന്റെ, വവ്വാലിന്റെ സ്കൾ, ഒറിജിനൽ അല്ല, അത് നമ്മൾ കലാകാരൻ ചെയ്തെടുത്തതാണ്. അതുപോലെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷിയുടെ സ്കൾ അല്ലേ, നോക്കിയാൽ സാമ്യം മനസ്സിലാവും. ബാറ്റ് ഒരു പക്ഷിയല്ല, വവ്വാൽ ഒരു പക്ഷിയല്ല. പക്ഷെ അവയുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ സാമ്യം. അതെ 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 അതെ.
ഇത് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു പക്ഷിയുടെ, അതായത് ദിനോസറുകളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമാണിത്. വംശനാശം അവരുടെ ഒരു പാറയിൽ, ഇതൊരു പാറയുടെ അകത്തുനിന്നാണ് പൊതുവെ ഇത്തരം ഫോസിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ആ പാറയും അതിനകത്ത് ആ ഫോസിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഉൾപ്പെടെയാണ്. ഇത് റെപ്ലിക്കയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മൃഗങ്ങളുടെ, ഉരകങ്ങളുടെ സവിശേഷതകളുണ്ട്, റെപ്റ്റൈൽസിന്റെ സവിശേഷതകളുണ്ട്. അതേസമയം പക്ഷികളുടെ, ഏവിയൻ ഡൈനോസേഴ്സ് എന്നാണ് ഇത്തരം ജീവികളെ വിളിക്കുന്നത്. ഇതൊരു കണക്ടിംഗ് ലിങ്ക് കൂടിയാണ്. അപ്പൊ ഈ പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള നമ്മുടെ മനുഷ്യന്റെ പരിണാമത്തെ സൂചിപ്പിക്കുന്ന സ്കള്ളുകൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷികളുടെ, വംശനാശം വന്ന പക്ഷികളും ഉരകങ്ങളും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇവർക്കിടയിലുണ്ടായിരുന്ന രണ്ടുപേരുടെയും സവിശേഷതകൾ ഉണ്ടായിരുന്ന നമ്മളുടെ വീട്ടിലെ കോഴി ശരിക്കും ഡൈനോസറിന്റെ ഒരു പിൻതലമുറക്കാരനോ കാര്യമോ ആണ്. ഓ, അത് ശരി. അതൊരു കൗതുകം കാര്യം കൂടിയായി. ഡിസെൻഡന്റ് ആണ് ചിക്കൻസ് എന്ന് പറയുന്നത്. ഓ, ശരി ശരി. പക്ഷേ തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്, വ്യത്യാസം. അപ്പൊ ഇതുപോലെ കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി ശിക്ഷിക്കപ്പെടില്ലെന്നും ഗഡ്കരി. കോഴിക്കോട്ടേക്ക് നീട്ടിയ ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. എം.കെ. രാഘവൻ എം.പിയെ അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രിയുമായി ചൊവ്വാഴ്ച ഡൽഹിയിൽ എം.പി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബംഗളൂരു മധുര രാമേശ്വരം എക്സ്പ്രസ് ഉടൻ ആരംഭിക്കുമെന്നും നഷ്ടത്തിലോടുന്ന ഗോവ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി എം.പി അറിയിച്ചു. ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടതിൽ സംശയങ്ങളുണ്ടെന്ന പിതാവ് മോഹൻദാസ്. അതുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് സർക്കാർ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ അപ്പീൽ നൽകും. എന്തിനാണ് സർക്കാർ എതിർക്കുന്നതെന്ന് കോടതി തന്നെ ഓപ്പൺ കോർട്ടിൽ ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻദാസ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരം അല്പസമയത്തിനകം. ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും കോൺഗ്രസ് എംഎൽഎമാരും പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നെന്ന ആരോപണം. ജന്തർ മന്ദറിൽ കേരള സർക്കാരിന്റെ സമരം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപണം. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവർ പങ്കെടുക്കും. ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസ് കാറിടിച്ചു കയറ്റിയത് അബദ്ധത്തിലെന്ന് പോലീസ്. ഗവർണറുടെ വാഹനം കടന്നുപോയ ശേഷം ജൂലിയസ് ഓടിച്ചിരുന്ന വാഹനം പോലീസ് വിശദമായി പരിശോധിച്ചു. ദുരൂഹമായോ അസ്വാഭാവികമായോ ഒന്നും കണ്ടെത്താനായില്ലെന്നും തുടർന്നാണ് പിഴ ചുമത്തി വിട്ടയച്ചതെന്നും പോലീസ്. സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ലെന്ന മന്ത്രി ജി.ആർ. അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പല വിഭാഗങ്ങളിലായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചത് 1231.3 കോടി രൂപ. റേഷൻ സബ്സിഡിക്കായി അനുവദിച്ചത് 938.8 കോടി. വിൽപ്പനശാലകളുടെ നവീകരണത്തിനുള്ള തുക മാത്രമാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവയെല്ലാം ബജറ്റിൽ നൽകിയിട്ടുള്ളത് പ്രത്യേക ഹെഡുകളായി. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ എൻഐഎ കോടതി വിധി ഇന്ന്. കേസിലെ ഏകപ്രതി പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ. ചാവേർ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിൽ റിയാസ് പിടിയിലാകുന്നത് 2019. എൻസിപിയിലെ പുതിയ പ്രതിസന്ധിക്കിടെ സമ്മർദ്ദ തന്ത്രവുമായി തോമസ് കെ തോമസ്. എ.കെ. ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തേക്ക് മാറുമെന്ന മുന്നറിയിപ്പ് നൽകാൻ നീക്കം. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. സുരഭിക്കവലയിൽ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത്. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കുമടക്കം 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൌണിൽ നിരോധനാജ്ഞ. കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. മരിച്ചത് തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമൻ. PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ഇന്നലെയാണ് ശിവരാമൻ വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം.
വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലാണ് ഉള്ളത്. തോന്നയ്ക്കൽ സയൻസ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള അവിടെ ഇപ്പോൾ ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിലെ കാഴ്ചകളിലൂടെ വിശേഷങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത്. എന്നോടൊപ്പം ഡോക്ടർ വൈശാഖൻ തമ്പിയും തുടരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫുഡ് കോർട്ടിലാണ് അല്ലെ. ഇവിടെ വരുന്ന ആളുകൾക്ക് വലിയ വിശാലമായ ഒരു ഫുഡ് കോർട്ടും കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വ്യത്യസ്തമായ ഫുഡുകൾ ഒരുക്കിക്കൊണ്ടാണല്ലേ ഈ ഫുഡ് കോർട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഫെസ്റ്റിവൽ ഒരുപാട് സമയമെടുത്ത് കാണേണ്ടതായതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രാഥമിക ആവശ്യമാണ്. തീർച്ചയായും ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിനോടൊപ്പം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സയൻസ് കാഴ്ചകൾ മാത്രമല്ല കല ആസ്വദിക്കാം, അതോടൊപ്പം വ്യത്യസ്തമായ ഫുഡുകൾ രുചിക്കാം. അങ്ങനെ ഒരു ദിവസം വന്നാൽ നമുക്കിവിടെ ഫുൾ ചിലവഴിക്കാനുള്ള എല്ലാം ഇവിടെ ഈ ഫെസ്റ്റിവലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സയൻസ് ഫെസ്റ്റിവലിന്റെ ഓരോ പവലിയനുകളും കയറി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോ പറയുന്നില്ല നമ്മൾ ഏത് പവലിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ആ കാഴ്ച കണ്ടറിയേണ്ടതാണ്. എത്രത്തോളം ക്യാമറയിൽ കൂടി പ്രേക്ഷകരിലേക്ക് അതിന്റെ യഥാർത്ഥ ചിത്രം എത്തിക്കാൻ കഴിയും എന്നുള്ളത് അറിയില്ല. നമ്മൾ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അത്ര ആ ഒരു സുഖം ഒരിക്കലും ക്യാമറയിൽ കൂടി കാണുമ്പോൾ കിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മളെ കൊണ്ട് കാണിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും ഇൻസ്റ്റലേഷനും ഒക്കെ എത്തിക്കാം. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ശ്രീ വൈശാഖൻ, താങ്കളൊരു അധ്യാപകൻ കൂടിയാണ്, അതോടൊപ്പം ശാസ്ത്ര പ്രചാരകനുമാണല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ തലമുറയുടെ ഈ സയൻസിനോടുള്ള ഒരു അഭിരുചിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കമ്പയർ ചെയ്യുമ്പോൾ? പുതിയ തലമുറ എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു കാലത്തും സയൻസിൽ താല്പര്യക്കുറവ് വന്നിട്ടില്ല. അത് വരുന്നത് മുതിർന്നവർ കാരണമാണ്. നമ്മൾ അവരുടെ മുകളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും സയൻസ് പഠനത്തെക്കുറിച്ച്, അതായത് കോഗ്നിറ്റീവ് ന്യൂറോ ബയോളജി എന്നാണ് അതിനെ വിളിക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച്, നമുക്ക് ബ്രെയിനിനെ കുറിച്ച് ഒരു പവലിയൻ ഉണ്ട്, അവിടെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് പറയുന്നത് ഇതൊരു നമുക്ക് പേടിച്ചുകൊണ്ടൊരിക്കലും പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുട്ടികളെ പേടിപ്പിച്ച് പഠിക്കാന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത, ഇവിടെ നമ്മൾ അനുഭവങ്ങളിലൂടെ അവർക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രസക്തി. നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു പ്രഷറുണ്ട്. പരീക്ഷ വരും, മാർക്ക് വേണം, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രഷറിന്റെ പുറത്ത് പഠിക്കുന്നതിലല്ല നമ്മളൊരു ഫെസ്റ്റിവലിന് വന്ന് കണ്ട് പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു എക്സാമിനേഷന്റെ റിവിഷൻ കൂടിയായിട്ട് കണക്കാക്കാം. പലപ്പോഴും സ്കൂളിലൊക്കെ അടിസ്ഥാനമായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളുടെയും അതേപടിയുള്ള വിവരണം ഇവിടെ കാണാൻ പറ്റും. പക്ഷെ അതെന്താണ്, അത് ഏതർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ട കാര്യമാകുന്നത് എന്ന പശ്ചാത്തലം കൂടി കിട്ടുമ്പോൾ അത് കുറച്ചുകൂടി ഓർമ്മയിൽ ഇരിക്കാൻ എളുപ്പമുള്ളതാക്കും. തീർച്ചയായും ഈ സ്കൂളിൽ നിന്നൊക്കെ ഈ സ്റ്റഡി ടൂർ ആയിട്ടൊക്കെ തന്നെ ഇവിടേക്ക് ഒരു യാത്ര കണ്ടക്ട് ചെയ്യേണ്ടത് അത്രത്തോളം ആവശ്യം കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു ടൂർ പാക്കേജ് ഒക്കെ സ്കൂളുകൾ സജ്ജീകരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൂളിലെ നമ്മുടെ അധികൃതരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഷോ കാണുന്നുണ്ടാവും, ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ. അപ്പം ഇവിടേക്ക് വന്നാൽ കുട്ടികളെ ഈ പാഠപുസ്തകത്തിൽ കാണുന്നതിനപ്പുറം അവരെ നേരിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടും അറിഞ്ഞും പഠിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ്, അനുഭൂതിയാണ്. അവരത് മറക്കില്ല എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് നമ്മൾ അന്ധകാരം മനഃപൂർവ്വം നിലനിർത്തിയിട്ടുണ്ട്. കാരണം അത് ഒരു മ്യൂസിയം എക്സ്പീരിയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലൈറ്റ് കൺട്രോൾ. എവിടെ പ്രകാശം വരണം, എവിടെ പ്രകാശം ഉണ്ടാകരുത്. അപ്പൊ ചിലയിടങ്ങളിൽ നമുക്ക് കുറച്ച് അന്ധകാരത്തിൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ലൂക്ക് ജെറാമിന്റെ മ്യൂസിയം ഓഫ് ദി മൂൺ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ള നമ്മുടെ ഒരു സർപ്രൈസ് കാഴ്ചയാണ് ഇവിടുത്തെ ഈ മൂൺ എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ചന്ദ്രനെ നമ്മൾ അടുത്ത് ചെന്ന് നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് രൂപമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഉപരിതലത്തിലെ 1 സെന്റിമീറ്റർ ദൂരം എന്ന് പറയുന്നത് ശരിക്കുള്ള ചന്ദ്രനിലെ 5 കിലോമീറ്റർ ദൂരത്തിന് തുല്യമാണ്. അതാണ് അതിന്റെ സ്കെയിൽ. ഓ, അത് ശരി. ഇത് അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു രാത്രിയാണ് ഇത് കാണാൻ കൂടുതൽ ഭംഗി. പുറത്ത് ഇതിനകത്ത് നിന്ന് പ്രകാശമുണ്ട്. നമ്മൾ ചന്ദ്രന്റെ നിലാവിന് എത്ര പ്രകാശമുണ്ടോ അത്ര പ്രകാശമേ ഇതിനകത്തുനിന്ന് വരും. അതങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് പുറത്ത് വെയിലിന്റെ ഒരു വെളിച്ചത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രകാശം കുറച്ചൊന്ന് മങ്ങിപ്പോകും. അപ്പോൾ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഇതിലെ പല കാഴ്ചകളും സന്ധ്യ മയങ്ങിയതിനു ശേഷമുള്ള അരണ്ട വെളിച്ചത്തിൽ അല്ലെങ്കിൽ പുറത്ത് പ്രകാശം ഇല്ലാത്തപ്പോൾ കാണുകയാണ് ഏറ്റവും കാഴ്ച ഭംഗി നമുക്ക് തരുന്നത്. തീർച്ചയായും അത്തരത്തിൽ ചന്ദ്രന്റെ ഒരു ഇൻസ്റ്റലേഷൻ ആണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചന്ദ്രനെ അടുത്ത് നിന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്
ഇവിടെ വന്ന് നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് പറയുന്നത് ഇവിടുന്ന് പോകാതെ കുറച്ചുപേര് എന്റെ താഴെ തന്നെ ഇരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. കാരണം അതൊരു വല്ലാത്ത അനുഭവമാണ് എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും ഇത് നമ്മള് നേരത്തെ കനകക്കുന്നില് എക്സിബിറ്റ് ചെയ്തിരുന്ന സമയത്ത് ആളുകളുടെ ഒരു ബാഹുല്യം അന്നും നമ്മൾ ഇത് നമ്മൾ കണ്ടതാണ്. കണ്ടതാണ്. കാരണം അന്ന് വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 4:30 വരെയാണ് നമ്മളിത് പ്രിവ്യൂ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നത്. വെളുപ്പിന് വൈകുന്നേരം വന്നവര് രാത്രി 12 മണി 1 മണി വരെ അതിന്റെ കീഴിൽ തന്നെ ഇരുന്ന് ഒരുപാട് പോകുന്നില്ല, പേരുണ്ട്. പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത്രത്തോളം മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഇത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആണ് ആ എക്സ്പീരിയൻസ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായിട്ട് പൊതുവെ പറയാവുന്നത് ഇത് ക്യാമറയിൽ പകർത്തി കാണുന്നത് പോലെ ആയിരിക്കില്ല. അതെ അതെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രേക്ഷകരോട്. ഇത് നമ്മൾ ക്യാമറയിൽ കൂടി കാണിക്കുമ്പോൾ എത്രത്തോളം അതിന്റെ ആ ഒരു ഭംഗി പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് അറിയില്ല. പക്ഷെ ഇത് നേരിട്ട് വന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ശ്രീ വൈശാഖൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോന്നും കാണേണ്ട ഒരു സമയം കൂടി ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ഈ ചന്ദ്രന്റെ ഇൻസ്റ്റലേഷൻ കാണേണ്ടത് തീർച്ചയായും രാത്രിയിലാണ്. രാത്രിയിൽ കണ്ടാലാണ് അതിന്റെ യഥാർത്ഥ ഒരു ഭംഗി അറിയാൻ സാധിക്കുക. ഇതിപ്പോ നമ്മളിപ്പോ ഒരു രാവിലെ കാണുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു സൂര്യപ്രകാശം കൂടി വരുന്നത് കൊണ്ട് അതിന്റെ ഒരു മങ്ങലുണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ടും. ഇവിടെ ചന്ദ്രൻ മാത്രമല്ല മാഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിച്ചാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളത് അതും അറിയാൻ സാധിക്കും അല്ലേ? അതെ, അത് മറ്റു പവലിയനുകളിലാണ്. നമ്മൾ ഈ ഫെസ്റ്റിവലിന്റെ ഇതുവരെ ഈ ഷോ തുടങ്ങിയ ശേഷം നമ്മളൊരു 20% ക്യാമറയിലൂടെ നമ്മൾ പകർത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കാഴ്ചകൾ ബാക്കി കിടപ്പുണ്ട്. ഇത് ഒരു ചെറിയ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് നമുക്ക് ഡോക്യുമെന്റ് കാണിക്കുന്നതിനേക്കാൾ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അതിന്റെ പരിമിതിയുണ്ട്. കഥ പറയാനേ സാധിക്കുകയുള്ളൂ. അതെ അതെ, നമുക്ക് ഈ എല്ലാ പവലിയനുകളിലും കയറി എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കൊരു സമയപരിമിതി കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇൻസ്റ്റലേഷനായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. നമ്മളിപ്പോ അതേ മൂണിനെ കണ്ടു, ഇനി നമ്മൾ മാഴ്സിനെ കാണാൻ പോവാം. മാഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇനി പ്രധാനപ്പെട്ട കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് എന്തായിരിക്കും? മസ്തിഷ്കം നമുക്ക് കാണാം. ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണാം. ബ്രെയിനിന്റെ പല പല ഭാഗങ്ങൾ. ബ്രെയിനിന്റെ പ്രവർത്തനം വളരെ സങ്കീർണമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ കൗതുകപ്പെടുത്തുന്ന, നമുക്ക് അത്ഭുതമെന്നോ അതീന്ദ്രിയപരമെന്നോ തോന്നുന്ന പല കാര്യങ്ങളും ശരിക്കും ബ്രെയിൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സർജറിയിലൂടെ നമുക്ക് ഇപ്പോഴും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് തല മാറ്റി വെക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. വേറൊരാളുടെ തല ഞാൻ എന്റെ ശരീരത്തിൽ സ്വീകരിച്ചാൽ ശരിക്കും ഞാൻ വേറൊരാളുടെ തല സ്വീകരിക്കുകയല്ല ചെയ്യുക, അയാൾ എന്റെ ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുക. കാരണം തലയാണ് ആളിന്റെ ഐഡന്റിറ്റി വഹിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത് ആ ബ്രെയിൻ ആണല്ലേ? അതെ, ബ്രെയിനാണ് നമ്മൾ ഈ കാണിക്കുന്ന, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഈ ബ്രെയിൻ എന്ന് വിളിക്കുന്ന ഒരു 1.5 കിലോ ഭാരമുള്ളൊരു കൊഴുപ്പാണ്. അത് അങ്ങനെയുള്ള കൗതുകങ്ങളാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് വായിച്ചറിയാനും ഒക്കെ ആയിട്ടുണ്ടാവും. ബ്രെയിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാവും. ബ്രെയിൻ മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട, മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട്, സവിശേഷത ആയതുകൊണ്ട് അത് ഫെസ്റ്റിവലിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിലൊന്നാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്തായിരിക്കും? നമുക്ക് പ്രേക്ഷകർക്ക് ഹിന്റ് കൊടുത്തു പോവാം. എന്തൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്? പ്രേക്ഷകർ കാത്തിരിക്കുകയാണല്ലോ ഇനിയുള്ള കാഴ്ചകൾ കാണാൻ. ഈ ഫെസ്റ്റിവലിന്റെ ഈ ക്യൂറേറ്റഡ് എക്സിബിഷൻ പാർട്ടിന്റെ അവസാനത്തെ 20% ഒറ്റ എക്സിബിഷനാണ്. അത് ഒറ്റ കഥയാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഒരു ടൈം ട്രാവലാണ്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഇന്ത്യക്കാരായിട്ടാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ഇന്ത്യക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അല്ല, നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അതുപോലെ അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, യൂറോപ്പിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ പല വൻകരകളായിട്ടാണ് മനുഷ്യർ പടർന്നു കിടക്കുന്നത്. അപ്പോൾ ആ മനുഷ്യര് അവരുടെ ഭൂതകാലത്തിലൂടെ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ടൈം ട്രാവൽ ടു ദ പാസ്റ്റ്. അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മൾ അവസാനം എവിടെയാണ് എത്താൻ പോകുന്നത്? നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ അതൊക്കെ പഠിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ പാർട്ടീഷനും അതിന്റെ പഴയ ചോള, മുഗൾ സാമ്രാജ്യങ്ങൾ, അങ്ങനെയുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമെങ്കിലും നമ്മൾ ഹിസ്റ്ററി അവിടെ അവസാനിച്ചു പോകും. നമ്മൾ അങ്ങനെ എത്ര വർഷം പിറകിലേക്ക് പോകാം? ഇവിടെ നമ്മളുടെ ടൈം ട്രാവൽ പോകുന്നത് ഏതാണ്ട് 35 ലക്ഷം വർഷം വരെ പിറകിലേക്കാണ്. അപ്പൊ ഇന്ത്യക്കാരുടെയും അമേരിക്കക്കാരുടെയും യൂറോപ്യൻസിന്റെയും ഒക്കെ ഈ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത് ഒരേ ചരിത്രമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ടൈം ട്രാവലിന്റെ കഥയാണ് ഈ ഫെസ്റ്റിവലിന്റെ അവസാനത്തെ എക്സിബിഷൻ പാർട്ടിന്റെ അവസാനത്തെ 20%. അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയായിരിക്കും. ഇവിടെ ഒരുപാട് പവലിയനുകളുണ്ടല്ലോ, ഇതിൽ ഏറ്റവും സങ്കീർണമായി തോന്നിയത് ഒരുക്കാൻ അത് ഏതായിരിക്കും? അത് ഈ പറഞ്ഞ പവലിയനാണ്. കാരണം അത് കുറച്ച് വലിയ ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന, കുറച്ചധികം ലോജിസ്റ്റിക്കലി ചലഞ്ചിങ് ഉള്ള, അതായത് നടന്നു പോകുമ്പോഴും ഒക്കെ
കുറച്ച് വഴിതെറ്റി പോകാൻ സാധ്യത തരത്തിൽ, അതായത് മനുഷ്യന്റെ ചരിത്രം അത്ര സങ്കീർണമാണ്. പ്രത്യേകിച്ച് പ്രീ ഹിസ്റ്ററി, നമ്മൾ ചരിത്രാതീത കാലത്തിലേക്ക് പോകുമ്പോൾ, എഴുതപ്പെട്ട ചരിത്രത്തിനൊക്കെ വളരെ പിന്നിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ ചരിത്രം വല്ലാതെ വഴിതിരിഞ്ഞ് പല ഡയറക്ഷനിലേക്ക് പോകുന്നതിന്റെ ഒരു സങ്കീർണത അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തിരിക്കുന്ന എക്സിബിഷൻ എന്ന് പറയുന്നത്. ഇപ്പം പ്രേക്ഷകരും വിചാരിക്കുന്നുണ്ടാവും, PCR-ൽ നിന്ന് എന്നോട് പറയുന്നുണ്ട് വേഗം അടുത്ത പവലിലേക്ക് പോകൂ, ഇൻസ്റ്റലേഷൻ കാണിക്കുന്നു. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 25 ഏക്കറിലാണ് നമ്മുടെ ഈ എക്സിബിഷൻ ഇവിടെ നടക്കുന്നത്. ഓരോ പവലിലേക്കും നടന്നെത്താൻ കുറച്ചധികം ദൂരമുണ്ട്. ഇപ്പൊ ഇത് ലൂക്ക് ജെറാമിന്റെ മ്യൂസിയം ഓഫ് ദ മാർസ്. മൂണിനില്ലാത്ത ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്ന് കറങ്ങും. കാരണം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ കറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. മനുഷ്യനും ഭൂമിയും ചന്ദ്രനും ഭൂമിയും തമ്മിലൊരു ലോക്കുണ്ട്. ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ചന്ദ്രന്റെ ഒരേ മുഖമാണ് ഇവിടെ നിന്ന് എപ്പോഴും കാണുക. ഇവിടേക്ക് വരുമ്പോൾ മാഴ്സിനത് ബാധകമല്ല. അപ്പോൾ മാഴ്സ് ചെറുതായിട്ടൊന്ന് കറങ്ങുന്നുണ്ട്. ശരിക്കുള്ള കറക്കത്തിന് നിരക്കിലല്ല ഇത് ചെയ്യുന്നത്. കാരണം മാഴ്സ് ഭൂമിയുടെ ഏതാണ്ട് 1/3 വലിപ്പമുള്ളൊരു ഗ്രഹമാണ്. ഈ കറക്കം ഭൂമിയുടേതിന് ഏതാണ്ട് തുല്യമായ വേഗത്തിലാണ് ഇത് കറങ്ങുന്നത്. ഇത് ആ ഒരു കറക്കം കൂടി ഇതിനൊരു ആകർഷണത്തിന് വേണ്ടി ചേർത്തിട്ടുണ്ടെന്നേ. തീർച്ചയായും ഇതും നാസയുടെ ആക്ച്വൽ ഇമേജറി ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കുള്ള ചൊവ്വയുടെ ഉപരിതലം ഇങ്ങനെ തന്നെയാണ്. എത്ര നാളെടുത്ത് കാണും ഈ ഒരു ഇൻസ്റ്റലേഷൻ? ഈ ഇൻസ്റ്റലേഷൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ 10 വർഷത്തോളം നീണ്ട പ്രയത്നമാണ് മൂണും മാഴ്സും ഒക്കെ. ഇത് ഇറക്ട് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു 6 മണിക്കൂർ സമയം വേണ്ടി വരും. അതെ. അപ്പൊ നമ്മൾ ചന്ദ്രനെ കണ്ടു, ഇപ്പൊ ഇതിന്റെ ഉപരിതലം ചൊവ്വയെ കാണാൻ വന്നിരിക്കും. വളരെ സ്മൂത്ത് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ചിത്രത്തിന്റെ നിലവാരം അത്ര ഇന്റൻസിറ്റി ക്ലാരിറ്റിയുള്ള ഇമേജ് ആയതുകൊണ്ട്, റെസൊല്യൂഷനുള്ള ഇമേജ് ആയതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ റഫ് സർഫസ് ആണെന്ന് തോന്നും. പക്ഷേ സോഫ്റ്റ് ആണ്. സാധാരണ ബലൂണിന്റെ സർഫസ് പോലെ സ്മൂത്ത് ആണ്. ഓ, ഓക്കെ. ചന്ദ്രനിൽ ഇത് തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ തോന്നില്ല എന്നേ ഉള്ളൂ. അത് വളരെ സ്മൂത്ത് സർഫസ് ആണ്. ആർട്ടിന്റെ മിടുക്ക് അങ്ങനെയാണ്. നമുക്കത് കാണുമ്പോൾ അത് തൊട്ടാൽ റഫാണെന്ന് തോന്നും, പക്ഷെ അല്ല. ഓക്കെ ഓക്കെ. വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ചൊവ്വയും മൂണിനെയും ഒക്കെ അടുത്ത് നിന്ന് കാണുക എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് ഇവിടെ വന്ന് നിന്ന് പ്രേക്ഷകർ കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഇത്രത്തോളം വലിയൊരു സയൻസ് ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അത് വന്ന് കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് എല്ലാ പ്രേക്ഷകരും അത് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി എടുക്കുകയാണ്. വേഗം തിരികെ എത്താം. BJP is having huge hopes on Kerala this time. People in Kerala have to decide what are their conditions of life and what are the conditions of life in other parts of India. How much women representation and women politics in Kerala is left well doing to ensure that? Kerala women are far above the women in the rest of India. There's no doubt of it. Why then Kerala has not had a women chief minister at all? That you have to elect more women. You are the first one among who challenged the remission of the culprits of Bilkis Bano case. Nothing is done to arrest these people. The Gujarat police closes the case and Mr. Narendra Modi was the chief minister at that time. Are we not going to remember these things? In spite of all this, BJP won so the I would elections. Say, did the mainstream media report the Bilkis Bano case till the judgment came? No. The media is silent about all this, so people don't know anything. CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി Q18 കാണുക ഞായർ രാത്രി 9 മണിക്ക്. യെസ്, വെൽക്കം ബാക്ക് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിങ്ങനെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ കാഴ്ചകൾ ഓരോ പവലിയനുകളിലും പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ചന്ദ്രനെയും ചൊവ്വയും ഒക്കെ ഏറ്റവും അടുത്ത് കാണുന്ന അനുഭവം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് ക്യാമറയിൽ കൂടി കാണുമ്പോൾ എത്രത്തോളം ഭംഗിയായി എത്തി എന്നുള്ളത് അറിയില്ല. കാരണം അത് നേരിട്ട് കണ്ട് അറിയേണ്ട, അനുഭവിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോ അടുത്ത പവലിയനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ഭൂതകാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് സിംബോളിക്കലി വർത്തമാന കാലത്തിലാണ് നിൽക്കുന്നതെന്ന് കരുതാം. അപ്പൊ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ ഭൂതകാലം മനസ്സിലാക്കിയത് എന്നുള്ളതിന്റെ വിവരണങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആർക്കിയോളജിയിലൂടെയും ഹിസ്റ്ററിയിലൂടെയും പാലിയന്റോളജിയിലൂടെയും ഒക്കെ മനുഷ്യന്റെ
നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞത് അല്ലെ? നമ്മുടെ ഭൂതം എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നിന്ന് 3 വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 3 ഡോറുകളാണ്. ഒന്ന് ഇന്ത്യക്കാരുടേത്, മറ്റൊന്ന് അമേരിക്കക്കാരുടേത്, മറ്റേത് യൂറോപ്യൻസിന്റേതാണ്. ഇത് ഞാൻ ഈ പറയുന്നത് നാഷണൽ ഐഡന്റിറ്റി അല്ല, ആ സ്ഥലത്തിന്റെ ജോഗ്രഫിക്കൽ ഐഡന്റിറ്റിയാണ്. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തൂടെ പിന്നിലേക്ക് സഞ്ചരിച്ച് മുമ്പോട്ട് നടക്കുന്തോറും നമ്മൾ സമയത്തിലൂടെ പിന്നിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ ഉപഭൂഖണ്ഡമാണ് 2024. നമുക്ക് ഏത് ഡോർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇന്ത്യയുടെ വഴിയിലൂടെ നമുക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ വഴി നമ്മളെ മുമ്പ് കൊണ്ടുപോകുന്നത് നമ്മൾ നടക്കുന്തോറും നമ്മൾ ഇന്ത്യയുടെ ഭൂതകാലത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2024 നിന്ന് തുടങ്ങുകയാണ് അല്ലേ? അതാ നമ്മൾ 1947 ഇന്ത്യയുടെ വിഭജനം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇനി ഏറ്റവും അവസാനം സംഭവിച്ച കാര്യങ്ങളാണ് ആദ്യം കാണുക. നമ്മൾ ബാക്കിലേക്ക് ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ കുറച്ച് മിനിയേച്ചറുകളാണ്. ഇതെല്ലാം ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ ഐക്കണുകളായിരിക്കും. മുഗൾ കാലഘട്ടം, ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര എംപയർ, ചോള സാമ്രാജ്യം, കലിംഗ യുദ്ധം, ബ്രിട്ടീഷ് ഇന്ത്യ, അജന്ത ഗുഹകൾ. അജന്ത ഗുഹകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് CE 480 അതായത് നമ്മൾ മുമ്പോട്ട് നടക്കുന്തോറും കാണുന്നത് കൂടുതൽ പഴയ ചോള രാജവംശം അടക്കം, വിജയനഗര സാമ്രാജ്യം, നമ്മുടെ ഹംപി. ഇത് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ നിർത്തുന്നിടത്തേക്ക് ഹിസ്റ്ററി നിർത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സയൻസിന്റെ സഹായത്തോടു കൂടി മറ്റ് ശാസ്ത്ര ശാഖകളുടെ സഹായത്തോടു കൂടി ആ യാത്ര കൂടുതൽ പിന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളെയും, അതായത് ഈ ജിയോഗ്രഫി, സയൻസ് എല്ലാത്തിനെയും കൂടി ക്യൂറേറ്റ് ചെയ്തുള്ള ഒരു എക്സിബിഷൻ ആണല്ലേ? അതായത് നമ്മൾ ഈ സയൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ ചരിത്രം പറയേണ്ട ആവശ്യം എന്താണ് അതിൽ എന്നുള്ളൊരു ചിന്ത കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്, അത് ആ ചരിത്രം നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ ചരിത്രം ഒരു പൊതു കഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മളിപ്പോൾ തുടങ്ങിയത് ഇന്ത്യക്കാരുടെ കഥയാണെങ്കിലും അമേരിക്കക്കാരുടെ കഥയാണെങ്കിലും യൂറോപ്യൻസിന്റെ കഥയായാലും സഞ്ചരിച്ച് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കഥയെല്ലാം ഒരിടത്തു നിന്നാണ് തുടങ്ങിയെന്നുള്ളതാണ്. അപ്പൊ ഈ കാണുന്ന വിഷ്വലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ, അതായത് ഇൻഡസ് വാലിയുടെ അടുത്തുള്ള ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു റിക്രിയേഷനാണ്. ഇത് ഇന്ന് പാകിസ്ഥാൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. അതെ, നമ്മള് ഹിസ്റ്ററി ബുക്കുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ്. അതിന്റെ ഒരു വലിയ രീതിയിൽ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ വിശാലമായി സമഗ്രമായി ഇവിടെ വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു വിഷ്വലൈസേഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. ഇവിടെ നോക്ക്, അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ് പല മാൻ മെയ്ഡ് ഒബ്ജക്ട്സിന്റെ റെപ്ലിക്കകളാണ് ഈ കാണുന്നത്. അവരുപയോഗിച്ചിരുന്ന ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഓർണമെന്റ്സ് അടക്കം ഒരുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ചരിത്രത്തിലേക്കുള്ള യാത്രയാകുമ്പോൾ ഇത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഇതിൽ പലതൊക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ചിലതൊക്കെ നമ്മൾ ഇവിടെ എല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ചെറിയ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 പാതിരികൾ ഉണ്ടായിരുന്നു, അമേരിക്കക്കാര്, ഇന്ത്യക്കാര്, യൂറോപ്യൻസ്. നമ്മൾ ഇന്ത്യക്കാർ വന്ന വഴിയിലൂടെയാണ് വന്നത്. പക്ഷെ യൂറോപ്യൻസിന്റെ വഴിയിലൂടെ വന്നാലും അമേരിക്കക്കാരുടെ വഴിയിലൂടെ വന്നാലും നമ്മൾ ഇവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഈ വഴി യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്, ഇത് അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചരിത്രത്തിൽ 70,000 വർഷങ്ങൾക്ക് മുൻപാണ്. ആ വഴിയുടെ പ്രാധാന്യമാണ് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ മനുഷ്യകുലം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ നമ്മൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നിയർ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് ഈ ഭാഗമാണ് മാപ്പിൽ. വേൾഡ് മാപ്പിൽ ഈ ഭാഗത്ത് നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ പിന്നിലേക്ക് സഞ്ചരിക്കും തോറും ഇപ്പൊ ഈ സമയത്ത് ഇന്ത്യയിൽ മനുഷ്യരില്ല, യൂറോപ്പിൽ മനുഷ്യരില്ല, അമേരിക്കയിൽ മനുഷ്യരില്ല. നമ്മൾ ഇവിടെ ഒരു പൊതു പൂർവികരായിട്ട് നിൽക്കുകയാണ്. ഹോമോസാപ്പിയൻസ് തന്നെയാണ്. അവിടെ നിന്നും നമ്മൾ പല വഴിയിലേക്ക് പല ഭൂഖണ്ഡങ്ങളിലേക്ക് മാറുന്നു. നമ്മൾ ആ സമയത്ത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കളാണ് ഈ കാണുന്ന നിയാൻഡർതാൽസ്. നമ്മൾ ഇതുവരെ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടുള്ള മിനിയേച്ചറുകളാണ് കണ്ടതെങ്കിൽ ഇനി മുതൽ ആക്ച്വൽ സൈസിലുള്ള സീൻ റീക്രിയേഷൻസ് ആയിരിക്കും നമ്മൾ കാണുക ചരിത്രത്തിൽ പിന്നിലേക്ക് പോകുമ്പോൾ. ഇത് നിയാൻഡർതാൽസ് എന്ന് വിളിക്കുന്ന നമ്മുടെ പാരലൽ കസിൻസ് എന്ന് വിളിക്കാവുന്ന ജീവിവർഗമാണ്. ഇവരുടെ 40,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ നിലവിലില്ല. ഇതൊരു എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് ഓഫ് ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് ആണ്. ഓക്കെ,
അപ്പം ഇത് നമ്മളുടെ ഇപ്പോൾ ഉള്ള മനുഷ്യരുടെ പൂർവികർ എന്ന് പറയാൻ പറ്റില്ല. പൂർവികരല്ല, നമ്മൾ ഉണ്ടായതോടൊപ്പം പരിണമിച്ചുണ്ടായ മറ്റൊരു സമാന്തര ജീവിവർഗം, മനുഷ്യരെ പോലുള്ള സമാന്തര ജീവിവർഗമാണ്. പക്ഷേ ഇതിപ്പോ അവര് ഏതാണ്ട് 30,000-40,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അതിനുശേഷം അവരുടെ അവശേഷിപ്പുകളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭ്യമല്ല. യെസ്, അങ്ങനെ നമ്മള് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ ഈ 1.5 മണിക്കൂറിൽ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നമ്മുടെ തോന്നയ്ക്കൽ സയൻസ് പാർക്കിൽ ഒരുക്കിയിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇവിടെ വന്നു നിന്ന് നമുക്കത് കാണാം. നമ്മുടെ മനുഷ്യ കുലവുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റലേഷൻ ആണ് ഇവിടുത്തെ. ഇത്തരത്തിൽ ഒരുപാട് മനോഹരമായ കാഴ്ച, ചന്ദ്രനെയും ചൊവ്വയും അടക്കം നമുക്ക് നേരിട്ട് തൊട്ട് കണ്ടറിയാം എന്നുള്ള സവിശേഷത ഒക്കെയാണ് ഇവിടുത്തെ ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ വന്നാൽ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലെങ്കിലും ഈ ഫെസ്റ്റിവലിൽ വന്ന് ഇതൊന്ന് അനുഭവിച്ചറിയുക എന്നുള്ളത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നതുകൂടിയാണ് നമ്മൾ ഈ മോർണിംഗ് വൈബ്സിൽ കൂടി ആളുകളിലേക്ക് ആ ഒരു നോളജ് എത്തിക്കുക എന്നത് കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മളോടൊപ്പം ഇത്രയും നേരം ഡോക്ടർ വൈശാഖൻ തമ്പിയാണ് ചേർന്നത്. ഈ ഇൻസ്റ്റലേഷന്റെ അടക്കം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിനെ കുറിച്ചും അടക്കം വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. വെരി താങ്ക് യു സോ മച്ച്. കഥയുടെ പകുതിയിലാണ് നമ്മൾ നിർത്തുന്നത്. അതെ. ഇതിപ്പോ നമുക്ക് ഈ 1.5 മണിക്കൂറിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. അത് പ്രേക്ഷകർ വന്ന് തന്നെ അറിയുക, മനസ്സിലാക്കുക, ആ അനുഭവം അത് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഭാരതം കൈവരി ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ്